ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ദിവസം ഫങ്ഷൻസ് ആണ് കണ്ടുകൊണ്ടിരുന്നത് അല്ലെ? കുറച്ചേറെ ഫങ്ഷൻസ് നമ്മൾ കണ്ടു. ഇനി അതിന്റെ ബാക്കി കുറച്ച് ഫങ്ഷൻസും കൂടെ ഉണ്ട്. സോ അത് ആദ്യമേ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒന്നാണ് ഡേറ്റാബേസ് ഫങ്ഷൻസ് എന്ന് പറയും. അങ്ങനെ ഒരു ഫങ്ഷൻസും കൂടെ വരുന്നുണ്ട്. ഡേറ്റാബേസ് ഫങ്ഷൻസ് എന്നാണ്. അപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാബേസ് ആണ് ഈ നെയിം, ഏജ്, സിറ്റി, അതിന് കറസ്പോണ്ടിങ് വാല്യൂസ്. ഈ ഒരു ടേബിൾ ആണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എന്റെ ഡേറ്റാബേസ് എന്ന് പറയുന്നത്. ഇതിൽ എങ്ങനെ ഒരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്യാമെന്നാണ് നോക്കുന്നത്. ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഫങ്ഷൻസ് ആണ് ഡി സം, ഡേറ്റാബേസ് സം, ഡേറ്റാബേസ് ആവറേജ്, ഡി കൗണ്ട്, ഡി മാക്സ് ആൻഡ് ഡി മിൻ. ഇത്രയും ഫങ്ഷൻസ് ആണ് ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത് നോക്കാം. ഈക്വൽ ടു ഡി സം, ഡേറ്റാബേസ് സം ഓഫ്. ഇപ്പൊ ബ്രാക്കറ്റ് ഇട്ട് കഴിയുമ്പോൾ കാണിക്കുന്ന നോക്കിക്കേ, ഡേറ്റ ആദ്യം കൊടുക്കേണ്ട ഡേറ്റാബേസ് ഏതാണ്, ദെൻ ഏത് കോളം, ഫീൽഡ് എന്ന് പറഞ്ഞാൽ കോളം, ദെൻ ക്രൈറ്റീരിയ ആണ് കൊടുക്കേണ്ടത്. സോ ഡേറ്റാബേസ് എന്ന് പറയുമ്പോൾ ഞാൻ ദേ ഈ ഒരു മൊത്തം ടേബിളും സെലക്ട് ചെയ്ത് കൊടുത്തു. ഫീൽഡ് എന്ന് പറയുമ്പോൾ ഞാൻ ഏജിന്റെ ആ ഒരു സെൽ റെഫറൻസ് കൊടുത്തു. ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ ഞാൻ സെപ്പറേറ്റ് എഴുതി ഞാൻ വെച്ചിട്ടുണ്ട്, അതുപോലെ എഴുതി വെക്കണം. എന്ത്, സിറ്റി ഡൽഹി, ഇതാണ് എന്റെ ക്രൈറ്റീരിയ. അപ്പൊ സിറ്റി ഡൽഹി ആയിട്ട് വരുന്നവർക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏജിന്റെ സം ആണ് എടുക്കേണ്ടത്. സിറ്റി ഡൽഹി ആയിട്ട് വരുന്ന രണ്ട് ഇതാണുള്ളത് ഡൽഹി. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ഏജസ് എന്ന് പറയുന്നത് 13, 28 ആണ്. അപ്പൊ സം ആണ് നമ്മൾ അവിടെ കണ്ടുപിടിക്കുന്നത്. ഡി സം എന്ന് പറഞ്ഞാൽ ആ ഏജുകളുടെ സം ആണ് നമ്മൾ എടുക്കുന്നത്. ആദ്യമേ ഡേറ്റാബേസിന്റെ ആ ഒരു റെഫറൻസ് ആണ് പാസ് ചെയ്തത്, E5:G10 എന്ന് പറയുന്നത്. ദെൻ കോളം നെയിം, ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് സമ്മ് കിട്ടേണ്ട ആ കോളത്തിന്റെ ആ ഒരു ഇത് റെഫറൻസ്. ഇപ്പൊ ഞാൻ ഈ ഏജ് എന്ന് പറയുന്ന കോളത്തിന്റെ റെഫറൻസ് കൊടുത്തു. കറസ്പോണ്ടിങ് എന്താണോ ക്രൈറ്റീരിയ ഞാൻ സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സിറ്റി ഡൽഹി എന്ന് സെപ്പറേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് അത് ആ ഒരു റെഫറൻസ് കൊടുത്തു. നമുക്കറിയാം സിറ്റി ഡൽഹി ആയിട്ട് വരുന്ന 30, 28 ആ രണ്ട് ഏജ് ആണ്. സോ സം എന്ന് പറയുമ്പോൾ 58 എന്ന് പറഞ്ഞ് കിട്ടും. സെയിം ഡി ആവറേജ് ഈക്വൽ ടു സെയിം ഡേറ്റാബേസ്. ഞാനിപ്പോ ഈ ഡേറ്റാബേസ് കൊടുത്തു, ഫീൽഡ് ഏജ് കൊടുത്തു, ദെൻ ക്രൈറ്റീരിയ ആയിട്ട് സെയിം ഞാൻ സിറ്റി ഡൽഹി ആണ് ക്രൈറ്റീരിയ ആയിട്ട് പാസ് ചെയ്യുന്നത്. സിറ്റി ഡൽഹി ഈ എഴുതി വെച്ച ഇത് രണ്ടും കൂടാണ് സെലക്ട് ചെയ്തത്. സിറ്റി ഡൽഹി എന്നുള്ളതാണ് ക്രൈറ്റീരിയ, അത് സെപ്പറേറ്റ് എഴുതി കൊടുക്കണം. അപ്പൊ ആവറേജ് എന്ന് പറയുമ്പം നമുക്കറിയാം സമ്മ് 58 ആണെങ്കിൽ ആവറേജ് എന്ന് പറഞ്ഞാൽ 58/2 29 ആണ് കിട്ടുന്നത്. സമ്മ് 58 ആണ് അല്ലെ? ഡൽഹി സിറ്റി ഡൽഹി ആയിട്ട് വരുന്നവരുടെ ഏജിന്റെ സം എന്ന് പറയുന്നത് 58 ആണെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 29 ആണ്. ദെൻ ഡി കൗണ്ട് എന്ന് പറയുന്നതുണ്ട്. ഡി കൗണ്ട് ആദ്യമേ ഡേറ്റാബേസ് ഞാൻ പറഞ്ഞു കൊടുത്തു. ദെൻ ഫീൽഡ് ഏജ് എന്നുള്ളത് കൊടുത്തു. ക്രൈറ്റീരിയ ആയിട്ട് ഞാൻ സെയിം സിറ്റി ഡൽഹി ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. അപ്പൊ കൗണ്ട് ആണ് എടുക്കുന്നത് അല്ലെ? എത്ര ഈ സിറ്റി ഡൽഹി ആയിരിക്കണം. അങ്ങനെ വരുന്ന കറസ്പോണ്ടിങ് ഏജുകളുടെ കൗണ്ട് ആണ് 2 എണ്ണമാണ്. അതായത് ആ ഒരു ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നത് 2 എണ്ണമാണ്. എഗെയിൻ ഡി മാക്സിമം വാല്യൂ എടുക്കാൻ വേണ്ടിയാണ് സെയിം ഡേറ്റാബേസ് ഞാൻ പറഞ്ഞു കൊടുത്തു. ഏജിന്റെ ആ ഒരു റെഫറൻസ് കൊടുത്തു. ദെൻ ക്രൈറ്റീരിയ ആയിട്ട് സിറ്റി ഡൽഹി എന്നുള്ളത് കൊടുത്തു. ക്ലോസ് ചെയ്തു. ഇപ്പൊ ഡേറ്റാബേസ് കൊടുത്തു, കോളത്തിന്റെ ആ ഒരു റെഫറൻസ് കൊടുത്തു, ദെൻ നമ്മുടെ ക്രൈറ്റീരിയ കൊടുത്തു. ഡി മാക്സിമം വാല്യൂ ഡൽഹിക്ക് കറസ്പോണ്ടിങ് വരുന്ന ഏജസ് എന്ന് പറയുന്നത് 13, 28 ആണ്. അതിലെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 30 ആണ്. സോ അതാണ് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത്. അങ്ങനാണെങ്കിൽ ഡി മിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? മിനിമം എടുക്കാൻ വേണ്ടി അല്ലേ? സോ സെയിം ഞാൻ ഡേറ്റാബേസ് പാസ് ചെയ്തു. കോളത്തിന് ഏജ് ആണ് എനിക്ക് ഉള്ളൂ, ന്യൂമറിക് എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അത് കൊടുക്കുന്നത്. ദെൻ സിറ്റി ഡൽഹി എന്ന് പറയുന്ന ക്രൈറ്റീരിയ ഞാൻ കൊടുത്തു. സിറ്റി മുംബൈ നിങ്ങൾ ചെയ്ത് നോക്കുന്നതാണ്, സിറ്റി ഡൽഹി ഞാൻ ജസ്റ്റ് ഇത് എക്സാമ്പിൾ കാണിക്കാൻ എടുത്താണ്. സോ സിറ്റി ഡൽഹിക്ക് കറസ്പോണ്ടിങ് വരുന്ന ഏജ് എന്ന് പറയുന്ന കോളത്തിലെ മിനിമം വാല്യൂ. അപ്പം സിറ്റി ഡൽഹി കറസ്പോണ്ടിങ് വരുന്ന ഏജ് എന്ന് പറയുന്നത് 30ഉം 28ഉം ആണ്. അതിലെ മിനിമം വാല്യൂ എന്ന് പറയുന്ന ആരാണ്? 28 ആണ്. അപ്പൊ ഇതാണ് നമുക്ക് കിട്ടുന്നത്. ഡി സം എന്ന് പറയുന്ന ഡേറ്റാബേസിലെ ഈ പറയുന്ന ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ഒരു കോളത്തിലെ വാല്യൂസിന്റെ സം. ആ സിറ്റി എക്സ്ക്യൂസ് മീ ആ സിറ്റി മോളത്തെ കോളത്തിൽ നിന്ന് സിറ്റി എടുക്കാൻ പാടില്ലേ? ഇല്ല, നമുക്ക് ഈ ഒരു ക്രൈറ്റീരിയ നമ്മൾ സെപ്പറേറ്റ് എഴുതി കൊടുക്കണം, എങ്കിലേ അവിടെ നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ.
ഇപ്പൊ സിറ്റി ഡൽഹി ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഓക്കെ സിറ്റി ഡൽഹി എടുക്കാം. പക്ഷെ സിറ്റി മുംബൈ ആണെങ്കിൽ എടുക്കാനായിട്ട് പറ്റില്ല. കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ട് റെഫറൻസ് പാസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സെപ്പറേറ്റ് എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ ഓക്കെ ഇപ്പൊ സിറ്റി ചെന്നൈ ആണെങ്കിലും നമുക്ക് എടുക്കാം. അപ്പൊ താഴേക്ക് വരുന്തോറും നമുക്ക് എടുക്കാൻ പറ്റില്ല. മുകളിലുള്ള ആ ഒരു ഇത് മാത്രം നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ അപ്പൊ ഇത്രയാണ് ഡേറ്റാബേസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഡിസം, ഡി ആവറേജ്, ഡി കൗണ്ട്, ഡി മാക്സ് ആൻഡ് ഡി മിൻ. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കി. ഇപ്പൊ നമ്മൾ നോക്കിയത് ഡേറ്റാബേസ് ഫങ്ഷൻസ് ആണ് നോക്കിയത്. ഡേറ്റാബേസിൽ വരുന്ന ഫങ്ഷൻസ് ഡിസം, ഡി ആവറേജ്, ഡി കൗണ്ട്, ഡി മാക്സ് ആൻഡ് ഡി മിൻ. ഇത്രയാണ് ഡേറ്റാബേസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ദെൻ ഞാൻ ഇവിടെ ഒരെണ്ണം കൂടെ കൊടുത്തിട്ടുണ്ട്. വേറൊരു അനദർ ഫങ്ഷൻ ആണ് അഡ്രസ് എന്ന് പറയുന്നത്. ഈക്വൽ ടു അഡ്രസ് ഓഫ് 4,5 എന്നാണ് ഞാൻ കൊടുത്തത്. അപ്പൊ നോക്കിക്കേ, ഈ 4 എന്നാണ് വന്നത്. അപ്പൊ 4,5 എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന റോയുടെ നമ്പർ. ഇവിടെ ഞാൻ ഇവിടെ ഫോർമുല ബാറിൽ നോക്കിയാൽ കാണാം അവിടെ എന്ത് ഫോർമുലയാണ് ഞാൻ കൊടുത്തതെന്ന് ഈ ടോപ്പിൽ കാണിക്കുന്നുണ്ട്. ഔട്ട്പുട്ട് ആണ് ഇവിടെ ഈ 4 എന്ന് കാണിക്കുന്നത്. അപ്പൊ ഫോർമുല ഒന്ന് നോക്കിക്കേ, ഈക്വൽ ടു അഡ്രസ് ഓഫ് 4,5. 4 എന്ന് പറയുന്നത് എന്താ? റോയുടെ നമ്പർ ആണ് 4. 5 എന്ന് പറയുന്ന കോളത്തിന്റെ നമ്മൾ നമ്പർ ആണ് കൊടുക്കുന്നത്. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5. അപ്പൊ ഏത് കോളാ വരുന്നത്? ഇ എന്ന് പറയുന്ന കോളമാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ 4 എന്ന് വന്നത്. 4 എന്ന് പറയുന്നത് റോ, 5 എന്ന് പറയുന്നത് കോളത്തിന്റെ നമ്പർ. മീൻസ് നമ്മൾ നോർമലി കോളത്തിന് ABCD എന്നാണ്. പക്ഷെ ഇവിടെ നമ്മൾ അഡ്രസ് ആയിട്ട് എടുക്കാൻ നേരത്ത് അങ്ങനെയാണ് കൊടുക്കുന്നത്. ഞാൻ വേറൊരെണ്ണം കാണിക്കാം. ഈക്വൽ ടു അഡ്രസ് ഓഫ് റോയുടെ നമ്പർ ഞാനിപ്പോ ഒരു 10 കൊടുത്തു. കോളത്തിന്റെ നമ്പർ സെയിം ഞാൻ 10 കൊടുക്കുന്നു. അപ്പം 10 എന്ന് പറയുമ്പോൾ റോയുടെ നമ്പറും 10, കോളത്തിന്റെ നമ്പറും 10. സോ 10 എന്ന് പറയുമ്പോൾ ഇതാണ് റോ. കോളം ഏതാ നമ്മൾ എടുക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അതായത് ജെ എന്ന് പറയുന്നതാണ് എന്ത് വരിക? കോളം വരിക. അപ്പൊ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? J10 എന്നാണ് ഔട്ട്പുട്ട് വരിക. കാരണം നമ്മൾ അവിടെ കൊടുക്കുന്ന അഡ്രസ്സിനുള്ളിൽ റോയുടെ നമ്പറും കോളം നമ്പറും ആണ് കൊടുക്കുന്നത്. കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ആ സെൽ റെഫറൻസ് ആണ് കിട്ടുന്നത്. ഇനി അവിടെ ഡോളർ ഇട്ട് വരാൻ കാരണം അത് കോൺസ്റ്റന്റ് ആണ്. അതായത് അത് മാറരുത് എന്നുള്ളത് കൊണ്ടാണ്, അത് ലോക്ക് ചെയ്ത് വെക്കുന്നതുകൊണ്ടാണ് ഡോളർ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ലോക്ക് ചെയ്ത്. അത് ബൈ ഡിഫോൾട്ട് അഡ്രസ് എടുക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഡോളർ ഇട്ടാണ് കിട്ടുന്നത്. കാരണം അത് ലോക്ക്ഡ് ആണ് എന്നുള്ള രീതിയിൽ കിട്ടുന്നതാണ്. ഓക്കെ, അതാണ് അഡ്രസ് എന്ന് പറയുന്ന ഒന്ന്. ഓക്കെ, അത് ഈ ഡേറ്റാബേസ് ഫംഗ്ഷൻ ആണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുക. ജസ്റ്റ് ഓർത്തിരിക്കുക എന്താണ് അഡ്രസ്. ഈക്വൽ ടു അഡ്രസ് ഓഫ് റോ നമ്പർ ദെൻ കോളം നമ്പർ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫിൽ ആൻഡ് ഇവാലുവേറ്റ് ഫോർമുല എന്നുള്ളതാണ് നമുക്കിനി നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫോർമുലാസിൽ ആദ്യമേ നമുക്ക് എന്താണ് ഫിൽ ആൻഡ് ഇവാലുവേറ്റ് ഫോർമുല എന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് നമ്പേഴ്സ് എൻ്റർ ചെയ്തിട്ടുണ്ട്. 23, 56, 5, 78, 9, 1 എന്നൊക്കെ കുറച്ച് വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാനൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫംഗ്ഷന്റെ പേര് സം.
ഈ സെല്ലിലിരിക്കുന്ന വാല്യൂ ഈ സെല്ലിലിരിക്കുന്ന വാല്യൂസിന്റെ ഈ 23ഉം 5ഉം സം എടുക്കാനാണ് പറയുന്നത്. സോ 28 കിട്ടി. എഗെയിൻ ഇവിടെ ഞാനൊരു ഫംഗ്ഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ ഈ ഇരിക്കുന്ന സെൽസിലെ ഈ വാല്യൂസിന്റെ എല്ലാം ആവറേജ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ട്രേസ് ഈ പറയുന്ന ഫോർമുലാസ് എന്ന് പറയുന്ന ടാബിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒന്ന് ട്രേസ് പ്രസിഡൻസ് ഉണ്ട്, ട്രേസ് ഡിപ്പെൻഡൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്താണെന്നാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. സോ ട്രേസ് പ്രസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോ ആരോ ദാറ്റ് ഇൻഡിക്കേറ്റ് വിച്ച് സെൽ അഫക്ട് ദ വാല്യൂ ഓഫ് കറന്റ്ലി സെലക്ടഡ് സെൽ. ഇപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത സെല്ലിലെ വാല്യൂ ഏതൊക്കെയാണ് അഫക്ട് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഞാൻ ജസ്റ്റ് ഇവിടെ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് ട്രേസ് പ്രസിഡൻസ് കൊടുത്തു. ഓഫ് കോഴ്സ് നമുക്ക് കിട്ടുന്ന എന്താണ്? ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഇവിടെ ഇരിക്കുന്ന ഈ 23ഉം 5ഉം കൂടെ ആഡ് ചെയ്തപ്പോ കിട്ടിയതാണ് ആര്? അതായത് സം എടുത്തപ്പോ കിട്ടിയതാണ് ഇത്. സോ ഏതൊക്കെ വാല്യൂസിനെയാണ് ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ അഫക്ട് ചെയ്യുന്നത്? മീൻസ് ഇതും ആണെന്ന് കിട്ടി. ഇനി ആരോസ് നമുക്ക് റിമൂവ് ചെയ്യാം. അടുത്തത് ട്രേസ് ഡിപ്പെൻഡൻസ് ആണ്. ഷോ ആരോ ദാറ്റ് ഇൻഡിക്കേറ്റ് വിച്ച് സെൽസ് ആർ അഫക്റ്റഡ് ബൈ ദ വാല്യൂ ഓഫ് കറന്റ്ലി സെലക്ടഡ് സെൽ. നമ്മൾ ഇപ്പൊ സെലക്ട് ചെയ്യുന്ന സെല്ലിലെ വാല്യൂസ് എവിടൊക്കെയാണ് അഫക്ട് ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയാണ്. ഞാനിപ്പോ ഈ 23 എന്ന് പറയുന്ന വാല്യൂവിനെ ക്ലിക്ക് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിനു ശേഷം ട്രേസ് ഡിപ്പെൻഡൻസ്. ഈ 23 എന്ന് പറയുന്ന വാല്യൂ എവിടൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആവറേജ് കണ്ടുപിടിക്കാൻ നേരത്ത് ഞാനത് കൊടുത്തിട്ടുണ്ട്. സോ ഈ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയും ഡിപ്പെൻസ് ആണ്, ഇവിടെയും അതിന് ഡിപ്പെൻസ് ആണ്. അപ്പം ഈ 23 എന്ന് പറയുന്ന വാല്യൂ ഈ സം കണ്ടുപിടിക്കുന്നിടത്തും ആവറേജ് കണ്ടുപിടിക്കുന്നിടത്തും യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് വേണേ 5ഉം ചെക്ക് ചെയ്യാം. സെയിം നമുക്ക് എവിടെ കിട്ടും? ഈ രണ്ടിടത്തും കിട്ടും. എന്നാൽ 78 എന്നുള്ളത് ചെക്ക് ചെയ്താൽ അത് ഇവിടെ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ ഇവിടെ അത് യൂസ് ചെയ്തിട്ടില്ല. ഇവിടെ മാത്രമേ അതിനെ യൂസ് ചെയ്തിട്ടുള്ളൂ. അതാണ് ട്രേസ് പ്രസിഡൻസും ട്രേസ് ഡിപ്പെൻഡൻസും എന്ന് പറയുന്നത്. ഇനി ഈ ഫോർമുല ഓഡിറ്റിംഗിൽ വരുന്ന അടുത്ത ഒന്നാണ് ഷോ ഫോർമുല. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓരോ സെല്ലില് ഫോർമുലാസ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. സോ ഇത് കൊടുത്തു കഴിയുമ്പോൾ നോക്കിക്കേ, ഇവിടെ കൊടുത്ത ഫോർമുലയാണ് എന്ത്? ഈക്വൽ ടു സം ഓഫ് ഇത്. ദെൻ ഇവിടെ നമ്മൾ കൊടുത്ത ആ ഫോർമുലയാണ് ആര്? ഈക്വൽ ടു ആവറേജ് ഓഫ് ഇത്രയും സെല്ലില് വാല്യൂസ്. അപ്പം ഷോ ഫോർമുല എന്ന് കൊടുത്താൽ ആ സെല്ലിൽ ഇരിക്കുന്ന ഫോർമുല എന്തോ അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യും. അതൊന്നുകൂടെ ടിക്ക് ചെയ്താൽ അത് മാറി നമുക്ക് പ്രോപ്പർ വാല്യൂ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് എറർ ചെക്കിംഗ് ആണുള്ളത്. ഈ ഒരു സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എറർ ചെക്കിംഗ്. അപ്പൊ നോക്കിയേ, ദ എറർ ചെക്ക് ഈസ് കംപ്ലീറ്റ് ഫോർ ദ എൻറ്റർ ഷീറ്റ്. ഓക്കെ, എവിടെയെങ്കിലും എറർ ഉണ്ടോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഉണ്ടെങ്കിൽ അത് ഇവിടെ എന്ത് ചെയ്യും? ഡിസ്പ്ലേ. നോർമലി നമുക്കൊരു എററൊക്കെ ഇപ്പൊ നെയിം എററൊക്കെ വരാൻ നേരത്തെ നമുക്ക് അവിടെ കാണിക്കും അല്ലെ? നമ്മളിപ്പോ എഴുതി, ഞാനിപ്പം ഡി സം ഓഫ് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഓക്കെ, ഇത് കണ്ടോ? നെയിം എറർ. ഇത് നെയിം എറർ ആണ്. ഇതിന്റെ ടോപ്പിലായിട്ടൊരു ജസ്റ്റ് ഒരു ട്രയാങ്കിൾ പോലെ വന്നിട്ടുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ട് ദേ ഇങ്ങനെ ഒരു വാണിംഗ് കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ? ഇൻവാലിഡ് നെയിം എറർ. ഞാൻ കൊടുത്ത കാര്യം അവിടെ ഇല്ലായിരുന്നു. ഈക്വൽ ടു ഇട്ടിട്ടാണ് കൊടുത്തത്. സോ ഇത് ഫോർമുല ഓർ ഫംഗ്ഷൻ ആണ്. അപ്പൊ അത് പ്രോപ്പർ ആയിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവിടെ വന്ന എറർ ആണ് ഇൻവാലിഡ് എന്ന് പറഞ്ഞുള്ള എറർ. ഓക്കെ, നെയിം എറർ ആണ് അവിടെ വന്നത്. സോ ഞാൻ ഇവിടെ വന്നിട്ട് എറർ ചെക്കിംഗ് ദേ ഇവിടെ വന്നു. ഇതാണ് നമ്മൾ കൊടുത്തത്. ഈക്വൽ ടു ഡി സം എന്നാണ് ഞാൻ എഴുതി വെച്ചത്. സോ അവിടെയാണ് നമുക്ക് എറർ വന്നത്. ഹെൽപ്പ് ഓൺ ദിസ് എറർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ഇഗ്നോർ എറർ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഷോ കാൽക്കുലേഷൻ സ്റ്റെപ്പ്, അവിടെ എടുത്ത ആ ഒരു കാൽക്കുലേഷൻ എന്താണ്? ഈക്വൽ ടു ഡി സം എന്നുള്ളതാണ് നമ്മൾ കൊടുത്തത്. അതുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്? നെയിം എറർ വന്നത്. അതാണ് എറർ ചെക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ട്രേസ് എററിനെ ട്രേസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമുക്ക് നോർമലി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇതിപ്പോ ഞാൻ ജസ്റ്റ് ഒരു എറർ ക്രിയേറ്റ് ചെയ്തതാണ്. എന്നിട്ട് അത് എന്താന്ന് കാണിച്ചു? ഇൻവാലിഡ് ആണ്. വേണമെങ്കിൽ ഈ എററിനെ ഇഗ്നോർ ചെയ്യാം, അല്ലെങ്കിൽ ആ എഴുതിയിരിക്കുന്ന കാര്യത്തിനെ എഡിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് പറ്റും. അല്ലെങ്കിൽ ഹെൽപ്പ് ഓൺ ദിസ് എറർ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ് ഇവിടെ നമുക്ക് കിട്ടും. എന്തുകൊണ്ട് ആ നെയിം എറർ ഉണ്ടാകുന്നു എന്നുള്ളത് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഈ ഒരു ഫോർമുല ഓഡിറ്റിംഗിൽ വരുന്നത്. ട്രേസ് പ്രസിഡൻസ് ഉണ്ട്, ട്രേസ് ഡിപ്പെൻഡൻസ് ഉണ്ട്, പിന്നെ ആരോസ് റിമൂവ് ചെയ്യാൻ, ഷോ ഫോർമുല ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ഫോർമുലാസിനെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്, പിന്നെ എറർ ചെക്കിംഗ്. ഇനി ഇവാലുവേറ്റ് ഫോർമുല എന്ന് പറഞ്ഞൊരു കാര്യവും കൂടെ ഉണ്ട്. ഞാനിപ്പോ ദേ ഇവിടെ
ഇതിപ്പോ നോർമൽ ടെക്സ്റ്റ് ഹലോ എന്ന് എഴുതി. ഇന്നലെ നമ്മൾ പഠിച്ചതാണ് എന്ത്, ലോവർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ഫംഗ്ഷൻ ഇന്നലെ നമ്മൾ പഠിച്ചതാണ്. ഈക്വൽ ടു ലോവർ ഓഫ് എന്നിട്ട് എന്ത് കൊടുത്തു, ആ ഒരു സെൽ റെഫറൻസ് കൊടുത്തു, ലോവർ കേസിലേക്ക് മാറ്റി. ഇവിടെ വന്നിട്ട് പ്രോപ്പർ ഇന്നലെ പഠിച്ചതാണ് ടെക്സ്റ്റ് ഫംഗ്ഷൻ ആയ പ്രോപ്പർ അപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ലെൻ ഫംഗ്ഷൻ എന്തായിരുന്നു, എത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന്. ഇവിടെയൊക്കെ ഞാൻ ഓരോരോ ഫോർമുലാസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ 5 എന്ന് പറയുന്ന സെല്ലിൽ ഞാൻ ക്ലിക്ക് ചെയ്തിട്ട് പറയുന്നു ഇവാലുവേറ്റ് ഫോർമുല. അവിടെ ഞാൻ എഴുതി കൊടുത്ത എന്താ, ഈക്വൽ ടു ലെൻ ഓഫ് തൊട്ട് മുന്നേ ഉള്ള സെല്ലിന്റെ റെഫറൻസ്. എഗെയിൻ ഞാൻ സ്റ്റെപ്പ് ഇൻ കൊടുക്കുന്നു. അതിന് തൊട്ട് മുന്നേ ഉള്ള സ്റ്റെപ്പാണ് എന്ത്, പ്രോപ്പർ ഓഫ്. ഇവിടെ ഞാൻ കൊടുത്തത് പ്രോപ്പർ ഓഫ് അടുത്ത ആ ഒരു സെൽ റെഫറൻസ്. എഗെയിൻ ഞാൻ സ്റ്റെപ്പ് ഇൻ കൊടുത്തു. അതിന് തൊട്ട് മുന്നേ ഇത് ഇങ്ങോട്ടേക്ക് കണക്റ്റഡ് ആണ്, അതുകൊണ്ട് ഇവിടെ കൊടുത്ത സ്റ്റെപ്പാണ് ലോവർ ഓഫ്. എഗെയിൻ ഞാൻ സ്റ്റെപ്പ് ഇൻ കൊടുത്തു ഹലോ. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. തുടങ്ങി ഇത് കണക്ട് ചെയ്താണ് താഴേക്ക് പോയത്. ഇനി ഞാൻ സ്റ്റെപ്പ് ഔട്ട് കൊടുത്താൽ ആ സെൽ റെഫറൻസിന് പകരം ആ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്യും. ഞാൻ കാണിക്കാം. സ്റ്റെപ്പ് ഔട്ട് കൊടുത്തു, കണ്ടോ, ലോവർ ഓഫ് സെൽ റെഫറൻസിന് പകരം ആരെ കാണിച്ചു, വാല്യൂ. എഗെയിൻ സ്റ്റെപ്പ് ഔട്ട് കൊടുത്താൽ പ്രോപ്പർ ഓഫ് ആ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്തു. എഗെയിൻ സ്റ്റെപ്പ് ഔട്ട് കൊടുത്താൽ ലെൻ ഓഫ് ആ വാല്യൂ അവിടെ ഡിസ്പ്ലേ ചെയ്തു. ഇവാലുവേറ്റ് കൊടുത്താൽ അതിനെ എന്താക്കി തരും, 5 എന്നുള്ള സ്റ്റാർട്ടിംഗ് വാല്യൂ ആയിട്ട് തിരിച്ചു തരും. എഗെയിൻ നമുക്ക് വേണേൽ റീസ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരു സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ അതെങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് ബാക്കി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്ന ഫോർമുലാസിനെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ രീതിയിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇവാലുവേറ്റ് ഫോർമുല. സോ ഫോർമുല ഓഡിറ്റിങ്ങിൽ ട്രേസ് പ്രസിഡൻസ് കണ്ടു, ട്രേസ് ഡിപ്പെൻഡൻസ് കണ്ടു. സോ ആരോ അത് ഈ പറയുന്ന ആരോ റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ ഫോർമുലാസ് ഉണ്ടെങ്കിൽ ഷോ ഫോർമുല കൊടുത്താൽ മതി. ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്ത് നമ്മൾ കൊടുത്ത ഫോർമുലാസ് എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പിന്നെ എറർ ചെക്കിംഗ് ഉണ്ട്, ഇവാലുവേറ്റ് ഫോർമുല ഉണ്ട്. അടുത്ത ഡിഫൈൻ നെയിമിൽ വരുന്ന ഒന്നാണ് ഡിഫൈൻ നെയിം എന്ന് പറയുന്നത്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽസിന് ഒരു പേര് കൊടുക്കുക എന്നുള്ളതാണ് ഡിഫൈൻ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ സെലക്ട് ചെയ്തു. ജസ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിഫൈൻ നെയിമിൽ വരുന്നു, ഡിഫൈൻ നെയിം എന്നുള്ളത് എടുത്തു. ഞാൻ ഇവിടെ ഇതിനൊരു പേര് കൊടുക്കുവാണ്, സെയിൽസ് എന്നാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. താഴെ ഞാൻ വന്നിട്ട് ഈക്വൽ ടു സെയിൽസ് എന്ന് വിളിച്ചു. കണ്ടോ, അവിടെ എന്ത് സെലക്ട് ആയി, ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ല് സെലക്ട് ആയി. കാരണം എന്താ, ഞാൻ ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിന് കൊടുത്ത പേരാണ് എന്ത്, സെയിൽസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ ഈക്വൽ ടു സെയിൽസ് എന്ന് വിളിച്ചപ്പം ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെൽ അവിടെ സെലക്ട് ആയത്. കാരണം ഇപ്പൊ അവർക്ക് കൊടുത്ത ആ ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിന് കൊടുത്ത പേരാണ് എന്ത്, സെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇതെന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് എവിടെയെങ്കിലും ഇതുണ്ടോ, യൂസ് ഇൻ ഫോർമുല എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, അവിടെ ഞാൻ അത് കൊടുത്തിട്ടില്ലായിരുന്നു. ഞാൻ ഇതിവിടെ എഴുതി കൊടുക്കാത്ത ഒരു കാര്യമാണ്. ജസ്റ്റ് ഞാനൊരു സെല്ല് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് യൂസ് ഇൻ ഫോർമുല ആരെ, ഈ സെയിൽസ് എന്ന് പറയുന്നതിനെ ഒരു ഫോർമുല ആയിട്ട് യൂസ് ചെയ്യുക. ഈക്വൽ ടു, കണ്ടോ ഓട്ടോമാറ്റിക്കലി അവിടെ വരും, ഈക്വൽ ടു സെയിൽസ് എന്ന് വരും. അവിടെ ഇത് സെലക്ട് ആകുകയും ചെയ്യും. ഓക്കെ, ഇത്രയും ചെയ്ത് നോക്കിയേ. ഫോർമുല ഓഡിറ്റിംഗ് ചെയ്യണം, അതുപോലെ ഡിഫൈൻ നെയിമും യൂസ് ഇൻ ഫോർമുലയും ചെയ്ത് നോക്കണം.
ഫോർമുല ഓഡിറ്റിങ്ങും അതുപോലെ തന്നെ ഡിഫൈൻ നെയിംസും ചെയ്ത് നോക്കണേ. ഓക്കെ, നമുക്കിനി ഫൈനലി വരുന്ന ഒന്നാണ് ലുക്കപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിൽ വി ലുക്കപ്പ്, അത് എച്ച് ലുക്കപ്പ് ആൻഡ് എക്സ് ലുക്കപ്പ്, ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതില് പ്ലാനറ്റ്, ഡയമീറ്റർ, ടെമ്പറേച്ചർ, 3 കോളംസ് ആണുള്ളത്. പ്ലാനറ്റ് എന്ന് പറയുന്ന കോളം, ഡയമീറ്റർ എന്ന് പറയുന്ന കോളം, ടെമ്പറേച്ചർ എന്ന് പറയുന്ന കോളം. എനിക്കിപ്പം വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വേർട്ടിക്കൽ ലുക്കപ്പ് എന്നുള്ളതാണ്. അതായത് ഞാൻ ഇവിടെ കുറച്ച് ഫോർമുലാസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഈക്വൽ ടു വി ലുക്കപ്പ് ഓഫ്, വി ലുക്കപ്പ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഫംഗ്ഷൻ ഓഫ്. ദെൻ അതിനുള്ളിൽ ആദ്യം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ഈക്വൽ ടു വി ലുക്കപ്പ് ഓഫ്, ആദ്യമേ ലുക്കപ്പ് വാല്യൂ, ഏതാണ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ഞാനിവിടെ പറയാം, എനിക്കിപ്പം എർത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡയമീറ്ററോ അല്ലെങ്കിൽ ടെമ്പറേച്ചറോ ആണ് എടുക്കേണ്ടതെങ്കിൽ എർത്തിന്റെ ആ ഒരു സെൽ റെഫറൻസ് ഞാൻ പാസ് ചെയ്തു, ലുക്കപ്പ് വാല്യൂ. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? ടേബിൾ അറേ. ടേബിൾ എന്ന് പറയുമ്പോൾ ഇത് മൊത്തത്തിലാണ് എന്റെ ടേബിൾ, അപ്പൊ അത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കോളത്തിലെയാണ് വാല്യൂ നമുക്ക് കിട്ടേണ്ടത്? എനിക്കിപ്പം എർത്തിന്റെ ടെമ്പറേച്ചർ ആണ് കിട്ടേണ്ടതെങ്കിൽ പ്ലാനറ്റ് എന്ന് പറയുന്ന ഒന്നാമത്തെ കോളം, ഈ ഒരു ടേബിളിലെ ഒന്നാമത്തെ കോളമാണ് പ്ലാനറ്റ്. 2, 3, 3 ഏത് വരുന്നത്? ടെമ്പറേച്ചർ വരുന്നത്. പിന്നെ ട്രൂ ഓർ ഫോൾസ് ആണ് കൊടുക്കേണ്ടത്. ട്രൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ലുക്കപ്പ് ചെയ്യുന്ന വാല്യൂ അവിടെ എന്തായിരിക്കണം? അപ്രോക്സിമേറ്റ് മാച്ച് ആണ്, അതോ അതില്ലെങ്കിൽ ആ ഒരു വാല്യൂന് താഴെ ഉള്ളതാണ് എടുക്കുന്നത്. ഫോൾസ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് മാച്ച്, എനിക്ക് എക്സാക്ട്ലി മാച്ച് ചെയ്യണം, അതുകൊണ്ട് ഫോൾസ് എന്ന് ഞാൻ കൊടുത്തു. അപ്പം ഈക്വൽ ടു വി ലുക്കപ്പ്, അതിനുള്ളിൽ ആദ്യം ഞാൻ കൊടുത്തത് ലുക്കപ്പ് വാല്യൂ ആയ എർത്തിന്റെ റെഫറൻസ്. ദെൻ ടേബിളിന്റെ അറേ, മൊത്തത്തിൽ ഈ ടേബിളിനെ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കോളത്തിലെ വാല്യൂ ആണ് എനിക്ക് കിട്ടേണ്ടത്? ഞാൻ പറയുന്നു എനിക്ക് ടെമ്പറേച്ചർ. അപ്പൊ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ ഈ ടേബിളിലെ 3-ാമത്തെ കോളമാണ്. ഈ പറയുന്ന ലുക്കപ്പ് വാല്യൂ എക്സാക്ട്ലി മാച്ച് ആയിരിക്കണം, അതുകൊണ്ട് ഞാൻ ഫോൾസ് എന്ന് കൊടുത്തു. അപ്പൊ എർത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ 96 ആണ്, സോ ഔട്ട്പുട്ട് 96 എന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ഈക്വൽ ടു വി ലുക്കപ്പ് ഓഫ്, ഞാൻ ലുക്കപ്പ് വാല്യൂ ആയിട്ട് നെപ്റ്റ്യൂൺ കൊടുത്തു. ടേബിൾ അറേ, ടേബിൾ അറേ എന്നുള്ളിടത്ത് ഞാൻ ഇത് പാസ് ചെയ്തു. ഇതിന് കറസ്പോണ്ടിങ് എനിക്കിപ്പോ ഡയമീറ്റർ ആണ് എടുക്കേണ്ടത്. നെപ്റ്റ്യൂണിന്റെ ഡയമീറ്റർ ആണ് വേണ്ടതെങ്കിൽ ആ കോളത്തിന്റെ ഈ ടേബിളിലെ 2-ാമത്തെ കോളമാണത്. എക്സാക്ട് മാച്ച് ആണെങ്കിൽ ഫോൾസ് കൊടുക്കുക, ദെൻ ക്ലോസ് ചെയ്യുക, എൻറർ കൊടുക്കുക. അപ്പൊ നോക്കിയേ, നെപ്റ്റ്യൂണ് കറസ്പോണ്ടിങ് ഡയമീറ്റർ ആണ് കിട്ടുന്നത്. ഇനി ഞാൻ തിരിച്ചെടുക്കാൻ നോക്കുവാണ്, ഡയമീറ്റർ കൊടുത്തിട്ട് പ്ലാനറ്റ് എടുക്കാൻ നോക്കുവാണ്. അപ്പം ഇപ്പൊ ലെഫ്റ്റിന്ന് റൈറ്റിലേക്കാണ് പോയത്, റൈറ്റിന്ന് ലെഫ്റ്റിലേക്ക് ഞാൻ എടുക്കാനായിട്ട് നോക്കുവാണ്. ഈക്വൽ ടു വി ലുക്കപ്പ് ഓഫ്, ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഞാൻ ഈ ഡയമീറ്ററിനെ പാസ് ചെയ്തു. ടേബിൾ അറേ എന്ന് പറയുമ്പം ഇത് മൊത്തത്തിൽ പാസ് ചെയ്തു. കോളം ഇൻഡെക്സ് ഫസ്റ്റ് കോളം, ഫോൾസ്, എക്സാക്ട് മാച്ച് ആണ് കൊടുത്തു. പക്ഷെ അവിടെ നമുക്ക് കിട്ടുന്നത് നോട്ട് എ നമ്പർ, ഒരു എറർ ആണ് നമുക്ക് കിട്ടുന്നത്. കാരണം ഈ പറയുന്ന വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിന്ന് റൈറ്റിലേക്ക് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ, അതൊരിക്കലും തിരിച്ച് നമുക്ക് കിട്ടില്ല. അപ്പൊ അവിടെ നമുക്ക് അത് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന ഒന്നാണ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ഓഫ്, ആദ്യമേ ഞാന് ലുക്കപ്പ് വാല്യൂ ആയിട്ട് ടെമ്പറേച്ചറിലെ 57 എന്ന് പറയുന്നതിന്റെ
റെഫറൻസ് കൊടുത്തു. ടേബിൾ അറേ എന്ന് പറഞ്ഞപ്പം ടേബിൾ അറേ അല്ല, ഇതിനുള്ളിൽ വരുന്നത് ആദ്യമേ ലുക്കപ്പ് അറേ ആണ്. ലുക്കപ്പ് വാല്യൂ അടങ്ങുന്ന ആ ഒരു കോളത്തിനെയാണ് ലുക്കപ്പ് അറേ എന്ന് പറയുന്നത്. സോ ഈ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്ന കോളത്തിലാണ് നമ്മുടെ ലുക്കപ്പ് വാല്യൂ ഇരിക്കുന്നത്. ആ കോളത്തിന്റെ ഈ ഒരു ഇത്രയും റെഫറൻസ് കൊടുത്തു. കറസ്പോണ്ടിങ് ആയിട്ട് ഏത് കോളത്തിൽ നിന്നാണോ എനിക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ കോളത്തിന്റെയും റെഫറൻസ് ഞാൻ കൊടുത്തു. ഇത്രേ ഉള്ളൂ. എക്സ് ലുക്കപ്പ്, ആദ്യമേ ലുക്കപ്പ് വാല്യൂ ആയ ടെമ്പറേച്ചറിന്റെ റെഫറൻസ് ഞാൻ പാസ് ചെയ്തു. ദെൻ ലുക്കപ്പ് അറേ എന്നാണ് വരുന്നത്. എഴുതി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ലുക്കപ്പ് അറേ എന്നാണ്. അപ്പൊ ഈ ടേബിൾ ഈ ടെമ്പറേച്ചറിന്റെ ഇത്രയും റെഫറൻസ് കൊടുത്തു. കറസ്പോണ്ടിങ് നമുക്ക് വാല്യൂ കിട്ടേണ്ട അറേ, അതിനെ നമ്മൾ ഈ പ്ലാനറ്റിന്റെ റെഫറൻസും കൊടുത്തു, എൻറ്റർ കൊടുത്തു. ഓക്കെ, 57 കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്ലാനറ്റ് ടെമ്പറേച്ചർ 57 ആണെങ്കിൽ ഇവിടെ നമുക്ക് പ്ലാനറ്റ് ആരെന്ന് കിട്ടി? ജൂപ്പിറ്റർ എന്ന് കിട്ടി. അപ്പം വി ലുക്കപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ് ചെയ്യുന്നത്. അത് തിരിച്ച് റൈറ്റ് ടു ലെഫ്റ്റ് അവിടെ നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ അവിടെ എക്സ് ലുക്കപ്പ് എന്നുള്ളത് യൂസ് ചെയ്തത്. ഇത്രേ ഉള്ളൂ. എഴുതി വരുമ്പോൾ തന്നെ കാണിക്കും ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ഓഫ്. കണ്ടോ? ലുക്കപ്പ് വാല്യൂ, ലുക്കപ്പ് അറേ, റിട്ടേൺ അറേ. ഏത് കോളത്തിൽ നിന്നാണോ നമുക്ക് വാല്യൂ തിരിച്ച് റിട്ടേൺ ചെയ്യേണ്ടത് ആ കോളത്തിന്റെ ഇതാണ് കൊടുക്കേണ്ടത്. ഇനി ഞാൻ ഇവിടെ 58 എന്ന് കൊടുത്തു. 58ന്റെ റെഫറൻസ് കൊടുത്തു. ടേബിളിന്റെ അറേ ആയിട്ട് ഞാൻ ഈ ടേബിളിന്റെ അതായത് ലുക്കപ്പ് അറേ ആയിട്ട് ലുക്കപ്പ് വാല്യൂ അടങ്ങുന്ന ആ ഒരു കോളത്തിനെയാണ് ലുക്കപ്പ് അറേ. റിട്ടേൺ അറേ, എവിടെ നിന്നാണ് എനിക്ക് വാല്യൂ റിട്ടേൺ ചെയ്യേണ്ടത്? പ്ലാനറ്റിൽ നിന്നാണ്. സോ അതിന്റെ വാല്യൂ, അതിന്റെ റെഫറൻസ് കൊടുത്തു. 58ന് കറസ്പോണ്ടിങ് ആരാ? പ്ലാനറ്റ് ചെയ്ത സാറ്റേൺ ആണ്. സോ അതാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടിയത്. ഇതുപോലെ ഡയമീറ്റർ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഈക്വൽ ടു എക്സ് ലുക്കപ്പ് ഓഫ്, ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഞാൻ എർത്തിന്റെ ഡയമീറ്റർ പാസ് ചെയ്തു. ലുക്കപ്പ് അറേ ആയിട്ട് ഡയമീറ്ററിന്റെ കൊടുത്തു. റിട്ടേൺ അറേ ആയിട്ട് പ്ലാനറ്റിന്റെയും കൊടുത്തു. എൻറ്റർ കൊടുത്തു. എർത്ത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഇത് അല്ല, ഇതിപ്പോ ഞാൻ ചെയ്തത് എങ്ങനെയാ? റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് പി ലുക്കപ്പ്, തിരിച്ചു ചെയ്യാൻ വേണ്ടിയാണ് എക്സ് ലുക്കപ്പ് നമ്മൾ അവിടെ യൂസ് ചെയ്തത്. ഇത് വെർട്ടിക്കൽ ലുക്കപ്പ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്ന ഹൊറിസോണ്ടൽ ലുക്കപ്പ്. ഞാൻ ജസ്റ്റ് ഒരു ടേബിൾ ഇത് ക്രിയേറ്റ് ചെയ്തു. ഇതാണ് ടേബിൾ. മുകളിലിരിക്കുന്ന പ്ലാനറ്റ്സ്, താഴെ ഇരിക്കുന്ന ടെമ്പറേച്ചർ. സോ എച്ച് ലുക്കപ്പ് എന്നുള്ളതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത്രേ ഉള്ളൂ. ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ഓഫ്. ആദ്യമേ നമ്മൾ എന്ത് കൊടുക്കുക? ലുക്കപ്പ് വാല്യൂ. ഞാൻ നെപ്റ്റ്യൂൺ എന്ന് പറയുന്നതിനെ പാസ് ചെയ്തു. കോമ, ടേബിളിന്റെ അറേ. ടേബിൾ അറേയാണ് കൊടുക്കേണ്ടത്. സോ ഞാൻ മൊത്തത്തിൽ എന്ത് കൊടുത്തു? ഈ ഒരു എൻറ്റർ ടേബിളിന്റെ ആ ഒരു റെഫറൻസ് കൊടുത്തു. ഇതിന് കറസ്പോണ്ടിങ് ഏത് റോയിൽ നിന്നാണ് എടുക്കേണ്ടത്? താഴേക്കാണ് അപ്പൊ ഇറങ്ങുന്നത് അല്ലെ? ഏത് റോയിൽ നിന്നാണ് എടുക്കേണ്ടത്? റോ വൈസ് ആണ് അവിടെ പോകുന്നത്. ഈ ഒരു രീതിയിൽ റോ വൈസ് ആണ് ഇറങ്ങുന്നത്. എനിക്ക് വേണ്ടത് രണ്ടാമത്തെ റോയിൽ നിന്നാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. കാരണം ഫസ്റ്റ് റോയിൽ പ്ലാനറ്റ് ആണ് ഇരിക്കുന്നത്, സെക്കൻഡ് റോയിലാണ് ആരിയിരിക്കുന്നത്? ഈ പറയുന്ന ടെമ്പറേച്ചർ ഇരിക്കുന്നത്. അപ്പൊ എനിക്ക് ടെമ്പറേച്ചർ കിട്ടേണ്ടതുകൊണ്ട് അത് കൊടുത്തു. ദെൻ കോമ ഇട്ടിട്ട് എന്ത്? ട്രൂ ഓർ ഫോൾസ് ആണ്. എക്സാക്ട് മാച്ച്. എക്സാക്ട്ലി നെപ്റ്റ്യൂൺ അവിടെ ഉണ്ടായിരിക്കണം. നെപ്റ്റ്യൂണിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എത്രയാ? 35 എന്ന് കിട്ടും. തിരിച്ച് നമുക്ക് ചെയ്ത് നോക്കാം. ഈക്വൽ ടു എച്ച് ലുക്കപ്പ് ഓഫ്, ലുക്കപ്പ് വാല്യൂ ആയിട്ട് 69ന്റെ ആ ഒരു റെഫറൻസ് കൊടുത്തു. ദെൻ ടേബിൾ അറേ പാസ് ചെയ്തു. പിന്നെ എവിടെ നിന്നാണോ ഔട്ട്പുട്ട് കിട്ടേണ്ടത് ആ ഒരു കോളത്തിന്റെ മീൻസ് ആ ഒരു റോഡെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ എനിക്ക് ഈ പറയുന്ന 69ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താ കിട്ടേണ്ടത്? പ്ലാനറ്റ് ആണ് കിട്ടേണ്ടത്. ആ പ്ലാനറ്റ് ഇരിക്കുന്ന റോ ഏതാ? ഫസ്റ്റ് റോയിലായിരിക്കുന്നത്. അത് കൊടുത്തു. ദെൻ ഫോൾസ്, എക്സാക്ട് മാച്ച് ആണ് ഞാൻ കൊടുക്കുന്നത്. എൻറ്റർ കൊടുത്തു. നോട്ട് എ നമ്പർ, കാരണം അത് കിട്ടില്ല. തിരിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ല. അവിടെ നമുക്ക് ആരെ യൂസ് ചെയ്യാം? നമ്മുടെ എക്സ് ലുക്കപ്പ് യൂസ് ചെയ്യാം. ലുക്കപ്പ് വാല്യൂ ആയിട്ട് ഞാൻ 69 കൊടുത്തു. ലുക്കപ്പ് അറേ ആയിട്ട് ഞാൻ ദേ ഈ ഒരു അറേ പാസ് ചെയ്തു. റിട്ടേൺ അറേ ആയിട്ട് ഞാൻ ആരെ പാസ് ചെയ്തു? നമ്മുടെ ഈ ഒരു പ്ലാനറ്റിന്റെയും പാസ് ചെയ്തു. അപ്പം 69 കറസ്പോണ്ടിങ് പ്ലാനറ്റ് എന്ന് പറയുന്ന മാർസ് ആണ്. അതൊന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുകയും ചെയ്തു. ഇതാണ് എച്ച് ലുക്കപ്പ് എന്ന് പറയുന്നത്. എച്ച് ലുക്കപ്പ്, വി ലുക്കപ്പ് ആൻഡ് എക്സ് ലുക്കപ്പ് എന്ന് പറയുന്നതാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്തത്. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കി.
എച്ച് ലുക്കപ്പും വി ലുക്കപ്പും എക്സ് ലുക്കപ്പും ചെയ്ത് നോക്കുക. ലുക്കപ്പ് ഫങ്ഷൻസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡേറ്റാബേസ് ഫങ്ഷൻസ് ചെയ്ത് നോക്കുക. ദെൻ ഓക്കെ, ഓക്കെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ പറയുന്ന ഫോർകാസ്റ്റിലുള്ള വാട്ട് ഇഫ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിൽ 3 എണ്ണമാണ് നമുക്കുള്ളത്: സിനാരിയോ മാനേജർ, ഗോൾ സീക്ക്, ഡേറ്റ ടേബിൾ എന്ന് പറയുന്നത്. അതായത് പേരിൽ തന്നെ ഉണ്ട് വാട്ട് ഇഫ് അനാലിസിസ്. അവിടെ കൂടുതലും അനാലിസിസ് ആണ് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ എങ്ങനെയാണ് ഡേറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഡേറ്റ ടേബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സീ ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ ഇൻപുട്ട് അറ്റ് ദ സെയിം ടൈം. ഒരേ ടൈമിൽ മൾട്ടിപ്പിൾ ഇൻപുട്സുകളുടെ റിസൾട്ട് ആണ് നമുക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം ഇവിടെ ഞാൻ കുറച്ച് വാല്യൂസ് എഴുതി 1 2 3 4 5 6 സെയിം ഇവിടെ എഴുതി. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നത് എനിക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ് വേണ്ടതെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ട് ഒരു ഫോർമുല അങ്ങ് പറഞ്ഞു കൊടുക്കാം, ജസ്റ്റ് അതിന് മനസ്സിലാവാൻ വേണ്ടി. ഈ സെല്ലിലിരിക്കുന്ന വാല്യൂ ഇൻറ്റു ഈ സെല്ലിലിരിക്കുന്ന വാല്യൂ. അവിടെ ആ മെയിൻ ആയിട്ടും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഏത് ഓപ്പറേറ്റർ ആണ്, മീൻസ് ഈ സ്റ്റാർ എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേഷന് വേണ്ടിയാണ്. അപ്പൊ അതാണ് അവിടെ മെയിൻ ആയിട്ടും എടുക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് അവിടെ അത് പറഞ്ഞു കൊടുത്തു. ഓക്കെ, അവിടെ സെല്ലിൽ വാല്യൂസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് 0 വന്നത്. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ഇത്രയും സെല്ല് സെലക്ട് ചെയ്തു, അതടങ്ങുന്ന ഇത്രയും സെല്ല് സെലക്ട് ചെയ്തു. വാട്ട് ഇഫ് അനാലിസിസിൽ വന്നു
ഡേറ്റ ടേബിളിൽ വന്നു. റോ ഇൻപുട്ട് എവിടെ നിന്നാണ് ഞാൻ ഇൻപുട്ട് ചെയ്തത്? B14ലാണ് ആദ്യം കൊടുത്തത്. ദെൻ കോളം ഇൻപുട്ട് എന്നുള്ള രീതിയിൽ ജസ്റ്റ് B15 ഞാൻ ജസ്റ്റ് 2 സെല്ലാണ് സെലക്ട് ചെയ്തത്. ആ 2 സെല്ല് ഇൻപുട്ട് കൊടുത്ത 2 സെൽസിന്റെ ഞാൻ അവിടെ പറഞ്ഞു കൊടുത്തത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? ഓക്കെ വിളിച്ചു. നിങ്ങളിപ്പോ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഞാൻ 2 ഇൻപുട്ട് കൊടുത്തിട്ട് കൊറസ്പോണ്ടിങ് നമുക്ക് ആ ഒരു മൾട്ടിപ്പിൾ ഇൻപുട്ട്, അതായത് ഒറ്റയടിക്ക് നമുക്ക് കുറേ ഔട്ട്പുട്ട്സ് കാണാനായിട്ട് പറ്റി. ഇത്രേ ഉള്ളൂ. 1 into 1 1, 1 into 2 2, 1 into 3 3, 1 into 4 4, 1 into 5 5, 1 into 6 6. സെയിം ആസ് 2 into 1, 2 into 2. അവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നടന്നത്. ഞാൻ ജസ്റ്റ് പറഞ്ഞു കൊടുത്തത് എന്താണ്? എന്താണ് അവിടെ നടക്കേണ്ടത്, എന്ത് ഓപ്പറേഷൻ ആണ് അവിടെ നടക്കേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുത്തത്. മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓഫ് കോഴ്സ് ഈ ഒരു രീതിയിൽ എന്ത് ചെയ്ത് വിടും? ഒരു ടേബിൾ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് റോ ഇൻറ്റു കോളം എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്ത് വിടും. ഇനി ഇത് തന്നെ എനിക്ക് ഇവിടെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിക്കാം. എനിക്കിപ്പോൾ ഇതൊരു ഡേറ്റ ടേബിൾ, കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. പൊട്ടറ്റോ, ഒനിയൻ, റൈസ്, ടൊമാറ്റോ, വീറ്റ്, അങ്ങനെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. പ്രൈസ് ഇൻ 1 kg നമുക്കറിയാം. സെയിം ആസ് പ്രൈസ് ഇൻ 5 kg, 10 kg, 15 kg ആൻഡ് 20 kg കാൽക്കുലേറ്റ് ചെയ്യണം. ഇത് ഏത് നേരവും എനിക്ക് പോയി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഔട്ട്പുട്ട് എടുക്കുക എന്ന് പറയുന്നത് പാടാണ്. സോ ഞാൻ ഇവിടെ വന്നിട്ട് ജസ്റ്റ് സെയിം ഫോർമുല കൊടുക്കുവാണ്. ഈക്വൽ ടു ഞാൻ ജസ്റ്റ് ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ ഇൻറ്റു ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂ, ജസ്റ്റ് 2 സെല്ല് സെലക്ട് ചെയ്ത് പറഞ്ഞു. ഈക്വൽ ടു 2 സെല്ല് ഇൻറ്റു ആണ് ഞാൻ അവിടെ, ഇൻറ്റു മീൻസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. സ്റ്റാർ ആണ് കൊടുത്തത്. എൻ്റർ കൊടുത്തു. ഈ തടങ്ങുന്ന ഇത്രയും സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ദെൻ ഇവിടെ വരുന്നു, ഡേറ്റ ടേബിളിൽ വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ C5 ഞാൻ ഇൻപുട്ട് ആയിട്ട് കൊടുത്ത ആ 2 സെല്ല് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. C6 ഫോർമുല ബാറിൽ നോക്കിയാൽ മതി, ഇത് കാണാൻ പറ്റും. C5ഉം C6ഉം ആണ്. അത് തന്നെ ഞാൻ ഇവിടെയും കൊടുത്തു. ഓക്കെ കൊടുത്തു. കണ്ടോ? കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് എന്ത് കിട്ടി? ഔട്ട്പുട്ട് കിട്ടി. ഞാൻ ഇത്രയും പോയി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. എഗെയിൻ ഞാൻ പോയി ഓരോന്ന്, ഇപ്പം ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ഓക്കെ ഇന്ന സെല്ല് ഇൻറ്റു ഇന്ന സെല്ല്, എന്നിട്ട് ഡ്രാഗ് ചെയ്ത് വിടുകയെന്ന് വിചാരിക്കാം. എന്നിരുന്നാലും നമുക്ക് പ്രോപ്പർ ആയിട്ട് മേ ബി ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. പക്ഷേ ഈ ഡേറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ, ഡേറ്റ വെച്ചിട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. സോ മൾട്ടിപ്പിൾ ഇൻപുട്സ്, നമുക്ക് കൊടുക്കുന്ന മൾട്ടിപ്പിൾ ഇൻപുട്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഔട്ട്പുട്ടിനെ നമുക്ക് ഒറ്റയടിക്ക് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഡേറ്റ ടേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഇവിടെ എഴുതി കൊടുത്തതിൽ ഒരു അർത്ഥവും ഇല്ല. അവിടെ ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ് വരേണ്ടത് എന്നുള്ളതാണ് മെയിൻ ആയിട്ടും എടുക്കുന്നത്. എന്താണ് അവിടുത്തെ ഓപ്പറേഷൻ, എങ്ങനെയാണ് അവിടെ ചെയ്യേണ്ടത് എന്ന് മാത്രം ജസ്റ്റ് ഡെമോ ഞാൻ കാണിച്ചു കൊടുക്കുന്നതാണ്. ആ ഡെമോയെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കാൽക്കുലേഷൻസ് വരുന്നത്. ഓക്കെ, അതാണ് ഡേറ്റ ടേബിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് ഗോൾ സീക്ക് എന്ന് പറയുന്നത്. അപ്പം ഈ വാട്ട് ഈഫ് അനാലിസിസിൽ അടുത്തതാണ് ഗോൾ സീക്ക്. ഗോൾ സീക്ക് എന്ന് പറയുന്നത് ഫൈൻഡ് ദ റൈറ്റ് ഇൻപുട്ട് ഫോർ ദ വാല്യൂ യു വാണ്ട്. ഇപ്പം എനിക്ക് ഇത്രേ ഉള്ളൂ. എനിക്ക് പ്രൊഡക്റ്റ് സോൾഡ് എന്ന് പറയുമ്പോൾ 19, പ്രൈസ് പെർ യൂണിറ്റ് 123, റവന്യൂ എന്ന് പറയുന്നതും ഉണ്ട്. എന്നാൽ എന്റെ ടാർജറ്റ് റവന്യൂ എന്ന് പറയുന്നത് 4500 ആണ്. അതാണ് എന്റെ ടാർജറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അറിയേണ്ടത്, ഞാൻ ഈ പ്രൊഡക്റ്റ് സോൾഡ് ഇംപ്രൂവ് ചെയ്യണോ അതോ പ്രൈസ് പെർ യൂണിറ്റ് ആണോ, ഏത് കൂട്ടിയാലാണ് 4500 എന്ന് പറയുന്ന റവന്യൂ കിട്ടുക എന്നാണ് എനിക്ക് അറിയേണ്ടത്. അപ്പോ ഞാൻ എന്ത് ചെയ്തു? ഈ പറയുന്ന ഇവിടെ വന്നിട്ട് ഗോൾ സീക്ക് എന്നുള്ളത് എടുത്തു. ഗോൾ സീക്ക് എന്നുള്ളത് എടുത്തിട്ട് എവിടെയാണ്, ഏത് സെല്ലിനെയാണ് നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടത്? അപ്പം എനിക്ക് ഇതാണ് സെറ്റ് ചെയ്യേണ്ടത്. ഇതിനെയാണ് 4500 ആയിട്ട് മാറ്റേണ്ടത്. എന്ത് വാല്യൂലേക്കാണ് അതിനെ മാറ്റേണ്ടത്? ഞാൻ പറഞ്ഞു 4500 എന്ന് പറയുന്ന വാല്യൂലേക്കാണ് മാറ്റേണ്ടത്. ഈ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂവിനെ 4500 എന്ന് പറയുന്ന വാല്യൂലേക്കാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഏത് സെല്ലിനെ ചേഞ്ച് ചെയ്തിട്ടാണ് ഇത് നിങ്ങൾക്ക് അറിയേണ്ടത്? ഞാൻ ഈ പ്രൊഡക്റ്റ് സോൾഡിന് കറസ്പോണ്ടിങ് ആ 19 ഇരിക്കുന്ന, ആദ്യമേ എനിക്ക് അറിയേണ്ടത് പ്രൊഡക്റ്റ് സോൾഡ് എത്രയാക്കിയാൽ റവന്യൂ എനിക്ക് 4500 കിട്ടും എന്നാണ് അറിയേണ്ടത്. അപ്പൊ ഞാൻ ഇത് കൊടുത്തു, ഓക്കെ കൊടുത്തു. ഇപ്പൊ നോക്കിക്കേ, പ്രൈസ് പെർ യൂണിറ്റ് അവിടെ ചേഞ്ച് ആയിട്ടില്ല. നമ്മുടെ പ്രൊഡക്റ്റ് സോൾഡ് മാറി. മുമ്പേ പ്രൊഡക്റ്റ് സോൾഡ് 19 ആയിരുന്നു. ഇപ്പൊ 36.58539. അതിലേക്ക് പ്രൊഡക്റ്റ് സോൾഡ് ഇംപ്രൂവ് ചെയ്താൽ റവന്യൂ എത്രയാകും? 4500 ആകും. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല, ജസ്റ്റ് ഞാൻ ക്യാൻസൽ ചെയ്യുന്നു. എഗെയിൻ ഞാൻ ഇവിടെ വന്നു, വാട്ട് ഇഫ് അനാലിസിസിൽ വന്നു. എന്നിട്ട് ഈ പറയുന്ന ഗോൾ സീക്ക് എടുത്തു. എഗെയിൻ ഞാൻ പറയുന്നു ഈ സെല്ലിനെ വേണം ചേഞ്ച് ചെയ്യാൻ. അതിനെ 4500 എന്ന് പറയുന്ന വാല്യൂലേക്ക് വേണം ചേഞ്ച് ചെയ്യാൻ.
എന്തിനെ ബേസ് ചെയ്തിട്ട് ഏത് സെല്ലാണ് നമുക്ക് പ്രൈസ് പെർ യൂണിറ്റിന് കറസ്പോണ്ടിങ് ആ വാല്യൂ ഇരിക്കുന്ന സെല്ലാണ് എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ കൊടുത്തു. നോക്കിക്കേ, പ്രൊഡക്റ്റ് സോൾഡ് 19 തന്നെ. പ്രൊഡക്റ്റ് സോൾഡ് 19 വെച്ചിട്ട് പ്രൈസ് പെർ യൂണിറ്റ് 236.8421 ആക്കിയാൽ എനിക്ക് എന്ത് മാറും? ആവറേജ് റവന്യൂ എത്ര കിട്ടും? 4500 എന്ന് കിട്ടും. അപ്പം ഇത് നമ്മുടെ അനാലിസിസ് ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ട് ഏതാണോ നമുക്ക് വരുന്നത്, ഇപ്പൊ നമുക്ക് പ്രൊഡക്റ്റ് സോൾഡ് അത്ര എത്തിക്കാനാണ് എളുപ്പം, അല്ലെങ്കിൽ പ്രൈസ് പെർ യൂണിറ്റ് ഇത്രയാക്കാനാണ് എളുപ്പം. ഏതാണോ നമുക്ക് സ്യൂട്ടബിൾ അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് റവന്യൂ നമുക്ക് എത്രയാക്കാൻ പറ്റും? 4500 ആക്കാൻ പറ്റും. കാരണം എന്റെ ടാർജറ്റ് ആയിരുന്നു ആര്? 4500 റവന്യൂ എത്തിക്കുക. അപ്പൊ അതിനു വേണ്ടി പ്രൊഡക്റ്റ് സോൾഡ് ആണോ ഇംപ്രൂവ് ചെയ്യേണ്ടത്, അതോ പ്രൈസ് പെർ യൂണിറ്റ് ആണോ മാറ്റേണ്ടത്? ഏതിനാണ് എനിക്ക് ഇത് വരുത്തേണ്ടത്? അപ്പൊ ഇതിന് എന്റെ കൺവീനിയൻസ് അനുസരിച്ച് എനിക്ക് ചേഞ്ച് ചെയ്യാം. പ്രൈസ് പെർ യൂണിറ്റ് അത്ര ആക്കുന്നതാണോ, അതോ പ്രൊഡക്റ്റ് സോൾഡ് അത്ര ആക്കുന്നതാണോ എന്റെ കൺവീനിയൻസ് എന്ന് എനിക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അനാലിസിസ് എന്ന് പറയുന്നത്. ഒരു കാര്യത്തിനെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമുക്ക് ഈ പറയുന്ന ടാർഗറ്റിലേക്ക് എത്തിക്കാനായിട്ട് ഏത് ചേഞ്ച് ചെയ്താലാണ് ബെറ്റർ എന്ന് നമുക്ക് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ടാർഗറ്റ് അത്ര എത്തിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇതാണ് ഗോൾ സീക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഞാൻ ഓക്കെ കൊടുത്താൽ അത് ഇവിടെ വരും കേട്ടോ. ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുന്നില്ല, കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചെന്നേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ വാട്ട് ഈഫ് അനാലിസിസിൽ ഗോൾ സീക്കിൽ വരിക. ആദ്യമേ സെറ്റ് സെൽ, ഏത് സെല്ലിനെയാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത്? ഞാൻ പറയുന്നു റവന്യൂവിന്റെ ആ വാല്യൂ ഇരിക്കുന്ന സെല്ലിനെയാണ് എനിക്ക് സെറ്റ് ചെയ്യേണ്ടത്. എങ്ങോട്ടേക്ക്? 4500 എന്ന് പറയുന്ന വാല്യൂലേക്ക് സെറ്റ് ചെയ്യണം. ഏതിനെ ചേഞ്ച് ചെയ്യണം? ഞാൻ പറയുന്നു ഈ പറയുന്ന പ്രൈസ് പെർ യൂണിറ്റിന് കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് സോൾഡ്. ആദ്യം ഞാൻ അതാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ ആ 19 എന്ന് പറയുന്ന വാല്യൂനെ ചേഞ്ച്, ആ സെല്ലിൽ ഇരിക്കുന്ന വാല്യൂനെ ചേഞ്ച് ചെയ്തിട്ട് വേണം എന്താക്കാൻ? 4500 എന്ന് പറയുന്ന ആ ഒരു കേസ്, ആ ഒരു ടാർഗറ്റ് എത്തിക്കാൻ. ഓക്കെ കൊടുത്തു. അപ്പൊ നോക്കിക്കേ, പ്രൊഡക്റ്റ് സോൾഡ് ഇത്രയാക്കിയാൽ എനിക്ക് എന്ത് കിട്ടും? റവന്യൂ ഇത്രയും കിട്ടും. ഇനി അതല്ല പ്രൈസ് പെർ യൂണിറ്റ് ആണ് നോക്കേണ്ടതെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഗോൾ സീക്ക് എന്ന് പറയുന്നത്. വാട്ട് ഈഫ് അനാലിസിസിൽ ഒന്ന് ഡേറ്റ ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, രണ്ടാമത്തത് ഗോൾ സീക്ക്, ഇനി ഒന്നുകൂടെ ഉണ്ട്, അതാണ് സിനാരിയോ മാനേജർ എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. ക്രിയേറ്റ് ഡിഫറെന്റ് ഗ്രൂപ്പ് ഓഫ് വാല്യൂസ് ഓർ സിനാരിയോസ് ആൻഡ് സ്വിച്ച് ബിറ്റ്വീൻ ദം. അതായത് പല ഗ്രൂപ്പുകളായിട്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് ഒരെണ്ണത്തിൽ തന്നെ നിന്ന് നമുക്ക് അടുത്തതിലേക്ക് പോകാനായിട്ട് പറ്റണം. എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത്രേ ഉള്ളൂ. ഞാനൊരു ഷീറ്റ് എടുത്തു. ഇതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് മാർക്കറ്റിംഗ്, ഇൻകം 60,000, എക്സ്പെൻസ് 45,000, പ്രോഫിറ്റ് ഞാൻ ഇവിടെ ഒരു ഇത് അപ്ലൈ ചെയ്താണ്. ആ ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറയ്ക്കാൻ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒരു ഫോർമുല അപ്ലൈ ചെയ്താണ്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? വാട്ട് ഈഫ് അനാലിസിസിൽ വന്നിട്ട് സിനാരിയോ മാനേജർ എടുത്തു. ഞാനിതിപ്പോ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, എല്ലാം ഡിലീറ്റ് ആയി. ഇതിപ്പോ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഞാനിത് ഓൾറെഡി ഞാൻ ഓൾറെഡി ചെയ്തിട്ടുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾ കൊടുക്കേണ്ടത് ആഡ് എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ സിനാരിയോ നെയിം ആയിട്ട് മാർക്കറ്റിംഗ് എന്ന് കൊടുക്കുന്നു. ചേഞ്ചിങ് സെൽസ്, ഏതൊക്കെ സെല്ലിനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മളവിടെ പറഞ്ഞു കൊടുക്കേണ്ടത്. എനിക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ പ്രോഫിറ്റ് ഓൾറെഡി അത് കാൽക്കുലേറ്റ് ചെയ്തോളൂ. എക്സ്പെൻസും ഇൻകവും കിട്ടിയാൽ പ്രോഫിറ്റ് ഓൾറെഡി അവിടെ കാൽക്കുലേറ്റ് ചെയ്തോളൂ. പിന്നെ മാർക്കറ്റിംഗ് എന്നുള്ളിടത്ത് എനിക്ക് വേറെ വേറെ, അതായത് ഇപ്പൊ ഫിനാൻസിന്റെയോ HR-ന്റെ അങ്ങനെ മാറി മാറി വരികയും ചെയ്യണം. അതുകൊണ്ടാണ് ഇത്രയും ഈ 3 സെൽസിനെ ചേഞ്ച് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തത്. ജസ്റ്റ് സിനാരിയോ നെയിം മാർക്കറ്റിംഗ് എന്ന് കൊടുത്തു. ചേഞ്ചിങ് സെൽസ് ഈ 3 എണ്ണമാണെന്ന് പറഞ്ഞു കൊടുത്തു. ഓക്കെ കൊടുത്തു. നോക്കിക്കേ, മാർക്കറ്റിംഗ് 60,000, 45,000. ഓക്കെ, അത് ഞാൻ ആദ്യത്തെ ആഡ് ചെയ്തു, മാർക്കറ്റിംഗിന്റെ ആഡ് ചെയ്തു. എഗെയിൻ വീണ്ടും ഞാൻ ആഡ് കൊടുത്തു. എന്നിട്ട് മാർക്കറ്റിംഗ് മാറ്റിയിട്ട് ഞാനിപ്പോ അവിടെ ഫിനാൻസ് എന്ന് കൊടുക്കുവാണ്. നമുക്കിപ്പോ പല ഇതുണ്ട്. എനിക്കിപ്പോ എന്റെ കമ്പനിയിൽ മാർക്കറ്റിംഗ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, അല്ലെങ്കിൽ HR ഉണ്ട്. അങ്ങനെ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുക. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാത്തിനെയും ഒരിടത്ത് നിന്നുകൊണ്ട് തന്നെ മാറ്റി മാറ്റി കാണിക്കാൻ വേണ്ടി, സ്വിച്ച് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ചേഞ്ചിങ് സെൽസ് സെയിം, ഈ 3 എണ്ണമാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഓക്കെ കൊടുത്തു. അപ്പൊ ഇവിടെ മാർക്കറ്റിംഗ് എന്നാണ് വന്നത്, ഞാനത് മാറ്റിയിട്ട് ഫിനാൻസ് എന്നാക്കുന്നു. അവരുടെ ഇൻകം ഞാൻ 60,000 മാറ്റിയിട്ട് 80,000 ആക്കുന്നു. ദെൻ അവരുടെ എക്സ്പെൻസ് ഒരു 50K ആക്കുന്നു. ഓക്കെ കൊടുത്തു. ആഡായി.
എഗെയിൻ ഒന്നുകൂടെ ഞാൻ ആഡ് ചെയ്യാണ്. അതിനെ ഞാൻ HR എന്ന് ജസ്റ്റ് പേര് കൊടുക്കുന്നു. ചേഞ്ചിങ് സെൽസ് ഈ 3 തന്നെ ഓക്കെ കൊടുത്തു. ഇവിടെ വന്നിട്ട് HR ആക്കി. അവരുടെ ഇൻകം എന്ന് പറയുന്നത് ഒരു 45K ആക്കി. ദെൻ അവരുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു 10K ആക്കി. ഓക്കെ. ദെൻ ഓക്കെ കൊടുത്തു. ജസ്റ്റ് ഞാനിത് ക്ലോസ് ചെയ്യുന്നു. 3 ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടു. ഇനി ഞാൻ ഇതിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് വാട്ട് ഈഫ് അനാലിസിസ് എടുത്തു. സിനാരിയോ മാനേജറിൽ വന്നിട്ട് ഇപ്പൊ മാർക്കറ്റിംഗിന്റെ ആണല്ലോ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫിനാൻസിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, ഷോ കൊടുത്തു. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, അതിൽ ആരായി? ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ഫിനാൻസ് ആയി. അതിന്റെ ഇൻകം 80,000, അതിന്റെ എക്സ്പെൻസ് 50,000, പ്രോഫിറ്റ് 30K. അടുത്തത് HR ക്ലിക്ക് ചെയ്തു, ഷോ കൊടുത്തു. HR ഇൻകം എന്ന് പറയുന്നത് മീൻസ് HR ഇൻകം എന്നല്ല കേട്ടോ, മൊത്തത്തിൽ ഞാൻ ജസ്റ്റ് ഒരു പേര് കൊടുത്താണ് ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഇൻകം 45,000, എക്സ്പെൻസ് 10K, ദെൻ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 35K എന്നുള്ള രീതിയിൽ വന്നു. എഗെയിൻ മാർക്കറ്റിംഗിൽ ക്ലിക്ക് ചെയ്യുന്നു, ഷോ കൊടുത്തു. എഗെയിൻ ഫിനാൻസിൽ ക്ലിക്ക് ചെയ്തു, ഷോ കൊടുത്തു. ഒരെണ്ണം ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കി ഞാൻ എന്ത് ചെയ്ത് വിട്ടു? അതിനനുസരിച്ച് ആഡ് ചെയ്ത് വിട്ടു. എന്നിട്ട് ഒരേ ഇതിൽ നിന്നുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവരുടെ ഇത്രയാണ്, അവരുടെ ഇത്രയാണ്, അങ്ങനെ പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വിച്ച് ചെയ്ത് ഈ രീതിയിൽ എനിക്ക് കാണിക്കാൻ പറ്റും. ഈ രീതിയിൽ എനിക്ക് അനലൈസ് ചെയ്ത് കാണിക്കാനായിട്ട് പറ്റും. അതിനാണ് ആരെ യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന സിനാരിയോ മാനേജർ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇതാണത്. ക്ലിയർ ആണോ? നിങ്ങൾ ഇവിടെ ചെയ്ത് നോക്കേണ്ടത് ഡേറ്റ ടേബിൾ, ഗോൾ സീക്ക്, ദെൻ സിനാരിയോ മാനേജർ. ഈ 3 ക്ലിയർ ആണെങ്കിൽ ഒന്ന് ചെയ്തു നോക്കി. ഈ 3 ചെയ്ത് നോക്കണം. അതായത് വാട്ട് ഈഫ് അനാലിസിസിലുള്ള 3. ഗോൾ സീക്ക്, ഡേറ്റ ടേബിൾ, അതുപോലെ തന്നെ സിനാരിയോ മാനേജർ.
കിട്ടുന്നുണ്ടല്ലോ അല്ലെ ചെയ്തിട്ട്? ഈ 3 ചെയ്ത് നോക്കണം. സിനാരിയോ മാനേജർ, ദെൻ ഈ പറയുന്ന വാട്ട് ഇഫ് അനാലിസിസിൽ വരുന്ന കാര്യങ്ങളും കൂടെ ചെയ്ത് നോക്കും. ഓക്കെ. ഓക്കെ. പിന്നെ നമ്മൾ നോക്കുന്നത് എക്സ്റ്റേണലി എവിടെ നിന്നാണ്. അതായത് എനിക്കിപ്പം ഞാനിപ്പോ ഈ ഷീറ്റിൽ നിൽക്കുന്നു, ഈ ഒരു വർക്ക് ബുക്കിൽ നിൽക്കുന്നു. ഞാനിപ്പം വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ ഓപ്പൺ ചെയ്യാൻ നോക്കിയാൽ അത് മറ്റൊരു വർക്ക് ബുക്കിലേക്ക് ഓപ്പൺ ആവുള്ളൂ. ഇപ്പൊ നമ്മൾ ഫയലിൽ പോയിട്ട് ഇപ്പം ഓപ്പൺ എന്ന് പറയുന്നത് എന്തിനാണ്? ഡേറ്റ ഓപ്പൺ ചെയ്യാൻ വേണ്ടി. വേറെ ഏതെങ്കിലും ഒരു ഡേറ്റ എന്റെ സിസ്റ്റത്തിൽ കിടപ്പുണ്ടെങ്കിൽ അതിനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയാണ് ആരുള്ളത്? ഈ ഓപ്പൺ എന്ന് പറയുന്ന കാര്യമുള്ളത്. അങ്ങനെ ഓപ്പൺ ചെയ്താൽ ഈ വർക്ക് ബുക്കിലല്ല, അനദർ വർക്ക് ബുക്കിലാണ് അത് ഓപ്പൺ ആവുക. ഓക്കെ. സോ എനിക്ക് സെയിം വർക്ക് ബുക്കിൽ തന്നെ എന്ത് ചെയ്യണം? പുതിയൊരു ഡേറ്റ ഇവിടെ വരണം. ഓക്കെ. സെയിം വർക്ക് ബുക്കിൽ പുതിയൊരു ഡേറ്റ എനിക്ക് ലോഡ് ചെയ്യണം. അതിനു വേണ്ടിയാണ് നമ്മുടെ ഡേറ്റ ടാബില് ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്നുള്ളത്. ഗെറ്റ് ഡേറ്റ, ഈസി ആയിട്ട് ഡേറ്റ നമുക്ക് മൾട്ടിപ്പിൾ സോഴ്സസ് നിന്ന് ഡേറ്റ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ആരുള്ളത്? ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്നത് ഉള്ളത്. ഓക്കെ. പല ഡേറ്റ സോഴ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഗെറ്റ് ഡേറ്റയിൽ നിന്നും ഫ്രം ഫയൽസ്, അവിടെ ഞാൻ ആരെ പാസ് ചെയ്യുന്നു? എക്സൽ വർക്ക് ബുക്ക് ആണ് ഞാനിപ്പം എനിക്ക് എക്സൽ ഡേറ്റയോ, ഇപ്പൊ നമുക്ക് ഗെറ്റ് ഡേറ്റയിൽ പല ടൈപ്പ് ഓഫ് ഡേറ്റാസിനെ ഇങ്ങോട്ടേക്ക് എടുക്കാനായിട്ട് പറ്റും. അതായത് ഡിഫറെന്റ് സോഴ്സിൽ നിന്ന്. ഫയൽ എന്ന് പറയുമ്പോൾ എക്സൽ വർക്ക് ബുക്കിൽ നിന്ന് എടുക്കാം. ടെക്സ്റ്റ് ഓർ CSV, ടെക്സ്റ്റ് ഡേറ്റ ആയിട്ടോ അല്ലെങ്കിൽ കോമ സെപ്പറേറ്റഡ് വാല്യൂസ് ആയിട്ടോ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം. XML ഫയൽ, JSON ഫയൽ, PDF, ഫോൾഡർ, അതൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഇനി ഡേറ്റാ ബേസിസിൽ നിന്ന് ഡേറ്റിനെ കണക്ട് ചെയ്യാൻ പറ്റും. SQL സെർവർ ഡേറ്റാബേസിൽ നിന്നോ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആക്സസ് ഡേറ്റാബേസിൽ നിന്നോ അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് വേണമെങ്കിലും ഡേറ്റിനെ കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ അഷ്വർ ചെയ്ത് ഡേറ്റ കണക്ട് ചെയ്യാം. അതർ സോഴ്സസിൽ നിന്ന് ഡേറ്റ കണക്ട് ചെയ്യാം. ഇങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഞാനിപ്പോ ഫയലിൽ നിന്നും ഒരു എക്സൽ വർക്ക് ബുക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അതായത് എക്സൽ ഡേറ്റയാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നേരെ ഇവിടെ വന്നു, എവിടെയാണോ നമ്മുടെ ഡേറ്റ കിടക്കുന്നത് അവിടേക്ക് പോവുക. എന്നിട്ട് ഇവിടെ നിന്നും ഡേറ്റ നോക്കുക. ഏതൊക്കെ ഡേറ്റ ആണോ ഉള്ളത് ആ ഡേറ്റ ജസ്റ്റ് ഒന്ന് നോക്കുക. ഞാനിപ്പോ ഓക്കെ, ഇതാണ് എടുക്കുന്നത്. ഗൂഗിൾ ഡേറ്റ അനലിറ്റിക്സ്, ഗൂഗിൾ ആഡ്സ് ഡേറ്റ അനലിറ്റിക്സ് സെയിൽസ് ക്ലെയിംഡ് എന്നുള്ള ആ ഡേറ്റയാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഞാൻ എന്ത് കൊടുക്കുന്നു? ഏത് ഡേറ്റയാണോ നമുക്ക് വേണ്ടത്, എക്സൽ ഡേറ്റ അവിടെ വരുള്ളൂ. ഏത് ഡേറ്റയാണോ നമുക്ക് വേണ്ടത് ആ ഡേറ്റ ഞാൻ എന്ത് ചെയ്തു? കണ്ടോ, അതിന്റെ ടൈപ്പ് കണ്ടോ? മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് എന്നുള്ള രീതിയിൽ കണ്ടോ കാണിക്കുന്നത്. അപ്പം ആ ഡേറ്റ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഇമ്പോർട്ട്, അവിടെ ഇമ്പോർട്ട് എന്നുള്ള കിടക്കുന്നതാണ്. ഇമ്പോർട്ടിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇമ്പോർട്ടിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണക്റ്റിംഗ് ആണ്. ഡേറ്റ ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ സെലക്ട് മൾട്ടിപ്പിൾ ഐറ്റം എന്നുള്ളതില്ലേ, അതുണ്ടെങ്കിൽ അതിന് നേരെയുള്ള ടിക്ക് ബോക്സ് ടിക്ക് ചെയ്യുക. ഷീറ്റ് 1 എന്നുള്ളത് സെലക്ട് ചെയ്യുക. ദേ ആഡ് ID, ക്യാമ്പയിൻ നെയിം, ക്ലിക്സ്, ഇംപ്രഷൻ, പോസ്റ്റ്, ലീഡ്സ്, കൺവേർഷൻ റേറ്റ്, ആഡ് ഡേറ്റ്, ലൊക്കേഷൻ അപ് ടു. എന്റെ ആ ഒരു ടേബിൾ മൊത്തത്തോടെ എനിക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് നമ്മളൊരു 2 കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ഈ ഏറ്റവും താഴെയായിട്ട് ലോഡ് ചെയ്യണോ ട്രാൻസ്ഫോം ചെയ്യണോ എന്ന്. ലോഡ് ചെയ്യുക മീൻസ് ഡയറക്റ്റ് ഡേറ്റനെ ലോഡ് ചെയ്തെടുക്കുക. മീൻസ് അവിടെ ക്ലീനിങ്ങിന് വേണ്ടി നിൽക്കുന്നില്ല. ഡേറ്റനെ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് നിൽക്കുന്നില്ല. പകരം ഡേറ്റനെ ഇവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ലോഡ് ചെയ്യുന്നു. ട്രാൻസ്ഫോം ഡേറ്റ എന്ന് പറഞ്ഞാൽ അത് നേരെ പോകുന്നത് അനദർ വിൻഡോയിലേക്കാണ്. അതിനെയാണ് പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത്. ഈ പവർ ക്വറി എഡിറ്റർ ആണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? ഈ പറയുന്ന ഡേറ്റിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത്. സോ ഈ 2 ഓപ്ഷൻസിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഡ് ചെയ്യാം, അതല്ല നിങ്ങളുടെ ഡേറ്റ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്രാൻസ്ഫോം ഡേറ്റ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ആദ്യത്തേതായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ലോഡ് ഡേറ്റ കാണിക്കാം. ജസ്റ്റ് ലോഡ് ഡേറ്റയിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ അത് ലോഡിംഗ് ആണ്. ദേ ഈ സൈഡിൽ ക്വറീസ് ആൻഡ് കണക്ഷൻ എന്നുള്ള രീതിയിൽ അവിടെ ആര് വന്നു? ഡേറ്റ വന്ന് കിടപ്പുണ്ട്. ഓക്കെ, ഇതാണ് നമ്മുടെ ഡേറ്റ. ഇതാണ് നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത്. സോ ഈ ഡേറ്റ എന്ന് പറയുന്നത്
ഓക്കെ. ഇതിൽ ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എങ്ങോട്ടേക്ക് പോകും? നമ്മുടെ ഈ പറയുന്ന പവർ ക്വറി എഡിറ്ററിലേക്ക് പോകും. ഇവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡേറ്റ ക്ലീൻ ചെയ്യാൻ പറ്റും. ഞാൻ ജസ്റ്റ് ലോഡാണ് ചെയ്തത്. അതിനുശേഷം അവിടെ ഡബിൾ ക്ലിക്ക് ചെയ്താലും എന്തിലേക്ക് പൊക്കോളും? ഈ പറയുന്ന രീതിയിൽ ഇവിടേക്ക് പവർ ക്വറി എഡിറ്ററിലാണ് വരുന്നത്. ഈ പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന അനദർ വിൻഡോ ആണ്. ഓക്കെ. അത് മറ്റൊരു വിൻഡോ ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് വരുമ്പോൾ ഉള്ള അനദർ വിൻഡോ ആണ് ഈ പറയുന്ന പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടുണ്ട്. അതിൽ ആദ്യത്തേതാണ് നമ്മുടെ വ്യൂ ടാബ്. നമുക്ക് ഫസ്റ്റ് വ്യൂ ടാബിൽ നിന്ന് തുടങ്ങാം. വ്യൂ ടാബില് ഫോർമുല ബാർ ഈ ഇവിടെ കാണിച്ചിരിക്കുന്ന ടേബിൾ ഡോട്ട് ട്രാൻസ്ഫോം കോളം ടൈപ്പ് പ്രൊമോട്ടഡ് ഹെഡേഴ്സ് എന്ന് പറഞ്ഞ് ഈ എഴുതി കാണിച്ചിരിക്കുന്നതിനെയാണ് ഫോർമുല ബാർ എന്ന് പറയുന്നത്. അതവിടെ ടിക്ക് ചെയ്തുകൊണ്ടാണ് അതവിടെ വന്നത്. അൺടിക്ക് ചെയ്താൽ അതവിടെ കാണിക്കില്ല. കണ്ടോ? ഇപ്പൊ അവിടെ ആരില്ല? ഫോർമുല ബാർ ഇല്ല. അത് ടിക്ക് ചെയ്താൽ അതവിടെ വരികയും ചെയ്യും. കോളം ക്വാളിറ്റി ഡേറ്റ പ്രിവ്യൂല് കോളം ക്വാളിറ്റിക്ക് കറസ്പോണ്ടിങ് ആ ബോക്സ് ടിക്ക് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് വന്നത്? ദേ ഇത് വന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത്. ഇവിടെ ആഡ് ഐ ഡി കോളം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഓരോ കോളത്തിലും വാലിഡ് ആയിട്ടുള്ള ഡേറ്റ എത്ര പെർസെന്റേജ്, എറേഴ്സ് ഉണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ്, എം ടി ആയിട്ടുണ്ടെങ്കിൽ അത് എത്ര പെർസെന്റേജ്, ഇത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ് കോളം ക്വാളിറ്റി എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഈ പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത് സെയിം നമ്മുടെ പവർ ബി ഐയിലും വരുന്നുണ്ട്. ഓക്കെ. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എക്സൽ കഴിഞ്ഞിട്ട് പഠിക്കുന്ന ഒന്നാണ് പവർ ബി ഐ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്ന ഡേറ്റനെ ക്ലീൻ ചെയ്യാൻ. എക്സലും പവർ ബി ഐയിലും കോമൺ ആയിട്ട് നമുക്കുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഗെറ്റ് ഡേറ്റയും അതുപോലെ തന്നെ ഈ പവർ ക്വറി എഡിറ്റർ എന്ന് പറയുന്നത്. സോ ഈ രണ്ടിടത്ത് ഒരിടത്തെ ഞാനിത് പറയുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോ ഇതിവിടെ പറയുന്നത്. ജസ്റ്റ് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തു ട്രാൻസ്ഫോം ഡേറ്റ കൊടുത്തു കഴിഞ്ഞാൽ നേരെ ഇത് ഇവിടാണ് വരുന്നത്. ഇവിടെ വ്യൂ ടാബില് കോളം ക്വാളിറ്റിക്ക് നേരെ ടിക്ക് ചെയ്താൽ ഓരോ കോളത്തിനെയും ക്വാളിറ്റിയാണ് നമുക്ക് കിട്ടുക. അതായത് ആഡ് ഐ ഡി എന്ന് പറയുന്ന കോളം കൺസിഡർ ചെയ്താൽ അതിൽ 100% വാലിഡ് ആയിട്ടുള്ള ഡേറ്റ ആണ്. എറേഴ്സ് 0% എം ടി ആയിട്ടുള്ളതില്ല. ക്യാമ്പയിൻ നെയിം വാലിഡ് ആയിട്ടുള്ളത് 100%, എറേഴ്സ് വരുന്നില്ല, എം ടി ഇല്ല. എന്നാൽ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിൽ വാലിഡ് ആയിട്ടുള്ളത് 97% ഉള്ളൂ. എറേഴ്സ് പക്ഷെ വരുന്നില്ല. എം ടി ആയിട്ടുള്ള ഡേറ്റയാണ് 3%. അതായത് മൊത്തം എന്ന് പറയുമ്പം 966 ഉണ്ട്. അതിൽ 34 ഇടത്ത് എന്ത് വരുന്നുണ്ട്? എം ടി ആയിട്ടുള്ള ഡേറ്റ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ എന്ത് കാണിച്ചത്? 3% എം ടി എന്നുള്ള രീതിയിൽ കാണിച്ചത്. ഇംപ്രഷൻ എന്ന് പറയുന്ന കോളത്തിൽ വാലിഡ് ആയിട്ടുള്ളത് 98%, എം ടി ആയിട്ടുള്ളത് 2%. അതുപോലെ അടുത്തത് കോസ്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ വാലിഡ് ആയിട്ടുള്ള ഡേറ്റ 96% ഉള്ളൂ. എം ടി ആയിട്ട് വരുന്നത് 4%. ലീഡ്സ് എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ വാലിഡ് ആയിട്ടുള്ളത് 99% വാലിഡ് ആയിട്ടുള്ള ഡേറ്റ ആണ്. എറർ 0, എം ടി 1. കൺവേർഷനിൽ 98% വാലിഡ്, 2% എം ടി ആണ്. അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏതൊക്കെയാ? കൺവേർഷൻ റേറ്റിൽ എം ടി വരുന്നുണ്ട്, സെയിൽസ് എമൗണ്ടിലുണ്ട്, പിന്നെ വരുന്നത് പിന്നെ ബാക്കി ഒന്നിലും എം ടി ആയിട്ടുള്ള ഡേറ്റ ഇല്ല. എല്ലാം വാലിഡ് ആയിട്ടുള്ള ഡേറ്റ ആണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഒരു കോളത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ക്വാളിറ്റി മീൻസ് വാലിഡ് ആയിട്ടുള്ള ഡേറ്റ എത്ര ശതമാനം, എറേഴ്സ് ആയിട്ടുള്ള ഡേറ്റ ഉണ്ടോ, എം ടി ആയിട്ടുള്ള ഡേറ്റ ഉണ്ടോ, ഇങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് എന്ത്? കോളം ക്വാളിറ്റി എന്ന് പറയുന്നത്. ഉം. അതാണ് ഈ പറയുന്ന കോളം ക്വാളിറ്റി ടിക്ക് ചെയ്താലാണ് അത് കിട്ടുക. അൺടിക്ക് ചെയ്താൽ അതങ്ങ് പോവുകയും ചെയ്യും. അടുത്തത് കോളം പ്രൊഫൈൽ. കോളം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഡിപ്പെൻഡിങ് കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്യും. ഇതിപ്പോ ക്യാമ്പയിൻ നെയിം എന്ന് പറയുന്ന കോളം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ഡേറ്റ അടങ്ങുന്ന കോളമാണ്. സോ ടോട്ടൽ കൗണ്ട് എന്ന് പറയുന്നത് 1000, എറേഴ്സ് ഇല്ല, എം ടി ഇല്ല. ഡിസ്റ്റിന്റ് ആയിട്ടുള്ള വാല്യൂസ് 1 മീൻസ് ഈ ഈ പറയുന്ന ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനെ അതവിടെ ഉള്ളൂ. അതുകൊണ്ടാണ് ഡിസ്റ്റിന്റ് ആയിട്ടുള്ള 1. ഡിസ്റ്റിന്റ് മീൻസ് എന്താണ്? അതായത് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് പറയുന്നതാണ് ഡിസ്റ്റിന്റ് എന്ന് പറയുന്നത്. യുണീക്ക് എന്ന് പറയുന്നത് ആ ഒരു കോളത്തിൽ ആ ഒരു വാല്യൂ ഒരു തവണയെ ഒക്കർ ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ യുണീക്ക് വാല്യൂ ഇല്ല, ഡിസ്റ്റിന്റ് ആയിട്ടുള്ള ഒരെണ്ണം, പിന്നെ എം ടി ആയിട്ടുള്ള സ്ട്രിങ് ഇല്ല. മിനിമം മാക്സിമം ഒക്കെ തന്നെയാണ് കൊടുത്തത്. സെയിം ഡേറ്റ് അത് തന്നെയാണ് കൊടുക്കുന്നത്. എന്നാൽ ക്ലിക്സ് എന്ന് പറയുന്ന ന്യൂമറിക് കോളമാണ് എടുക്കുന്നതെങ്കിൽ നോക്കിക്കേ, കൗണ്ട് 1000, എം ടി 0, സോറി എറർ 0, എം ടി ആയിട്ട് വരുന്ന 34 റോ ഉണ്ട്. ഡിസ്റ്റിന്റ് ആയിട്ടുള്ള വാല്യൂസ് 121 എണ്ണം,
അത് ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്തിട്ട് യുണീക്ക് ആയിട്ടുള്ള ഒരു വാല്യൂ പോലും വരുന്നില്ല. നാൻ വാല്യൂ നോട്ട് എ നമ്പർ ആയിട്ടുള്ള ഡേറ്റ 0 എന്ന് പറയുന്ന വാല്യൂ വരുന്നില്ല. അതുകൊണ്ടാണ് അതിന് കറസ്പോണ്ടിങ് 0 എന്ന് കാണിക്കുന്നത്. മിനിമം വാല്യൂ 80, മാക്സിമം വാല്യൂ 199. ഈ കോളത്തിന്റെ ആവറേജ് വാല്യൂ ഇത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇത്. ഈ കോളത്തിൽ വരുന്ന ഈവൻ നമ്പർ 488 എണ്ണം ഈവൻ നമ്പേഴ്സ് ആണ്, 478 എണ്ണം ഓഡ് നമ്പേഴ്സ് ആണ് വരുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇത് 122 എന്ന് പറയുന്ന വാല്യൂ ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഓക്കെ, സോ ഇതാണ് എന്തെന്ന് പറയുന്നത് കോളം പ്രൊഫൈൽ. അത് ഈ പറയുന്ന കോളത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. ന്യൂമറിക് ആണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ ടെക്സ്റ്റ് ഡേറ്റ ആണെങ്കിൽ അതിനനുസരിച്ച് മാറിക്കൊണ്ടേ ഇരിക്കും. ഓക്കെ, ഇതൊക്കെയാണെങ്കിൽ മാറിക്കൊണ്ടേ ഇരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്തതാണ് നമ്മുടെ കോളം ഡിസ്ട്രിബ്യൂഷൻ. അത് ഇത്രേ ഉള്ളൂ. എത്ര യുണീക്ക്, എത്ര ഡിസ്റ്റിന്റ്. യുണീക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ റെപ്പറ്റീഷൻ വരില്ല. യുണീക്ക്, ആ വാല്യൂ യുണീക്ക് എന്ന് പറഞ്ഞാൽ ആ വാല്യൂ ഒരു തവണയെ ആ കോളത്തിൽ വരുള്ളൂ. അതാണ് യുണീക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഡിസ്റ്റിന്റ് എന്ന് പറയുന്നത് എന്താണ്? റെപ്പറ്റീഷൻ വരുന്നതിനെ അവോയ്ഡ് ചെയ്തിട്ട് പറയുന്നതാണ് ഡിസ്റ്റിന്റ് എന്ന് പറയുന്നത്. സോ ഓരോ കോളത്തിന്റെയും നമുക്ക് ഇവിടെ എന്ത് ചെയ്യും? ഞാനിപ്പോ കോളം പ്രൊഫൈൽ ജസ്റ്റ് ഒന്ന് കളയുവാണ്, കിട്ടും. ഇവിടെ മൊത്തം 1000 യുണീക്ക് ആണ്. 1000 യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ആഡ് ഐഡീസ് ആണ്. അത് മൊത്തം 1000 എണ്ണവും യുണീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? റെപ്പറ്റീഷൻ വരണില്ല. ക്യാമ്പയിൻ നെയിമിൽ 1 ഡിസ്റ്റിന്റ് മീൻസ് അവിടെ ഒരു വാല്യൂ വരുന്നുള്ളൂ, അത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലിക്സിൽ 121 ഡിസ്റ്റിന്റ്, യുണീക്ക് ഇല്ല. അപ്പം അവിടെ വാല്യൂസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇനി അടുത്തതാണ് മോണോസ്പേസ്ഡ് എന്ന് പറയുന്നത്. അത് ജസ്റ്റ് ഇത്രേ ഉള്ളൂ, ഫോണ്ട് മാറ്റും എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഫോണ്ട് മാറിയിട്ടില്ലേ? അൺടിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ, ടിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ, കണ്ടോ? ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്ത് മാറും? ഫോണ്ട് മാറും. അപ്പൊ വ്യൂ ടാബിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ഡേറ്റ കോളത്തിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, കോളം പ്രൊഫൈൽ ചെക്ക് ചെയ്യുക, കോളം ഡിസ്ട്രിബ്യൂഷൻ ചെക്ക് ചെയ്യുക എന്നുള്ളത്. അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമേ വന്നിട്ട് കോളം ക്വാളിറ്റി ചെക്ക് ചെയ്യുക. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മുടെ ഡേറ്റയിൽ ഏതൊക്കെ കോളത്തിലാണ് എറേഴ്സ് വരുന്നത്, ഏതൊക്കെ കോളത്തിലാണ് എം ടി ആയിട്ടുള്ളത് വരുന്നത്. എല്ലാ കോളത്തിന്റെയും വാലിഡ് ആയിട്ടുള്ള ഡേറ്റ എത്രത്തോളം ആണ് എന്ന് നമുക്ക് മനസ്സിലാകും. അതിനാണ് ഈ പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഹോം ടാബിൽ വരാം. ഹോം ടാബില് ഫയൽ എന്ന് പറയുന്ന ഗ്രൂപ്പ്, ആദ്യം ഇപ്പുറത്ത് ഫയൽ ടാബ് എടുത്തു. അതിൽ ആദ്യം കാണിക്കുന്നതാണ് ക്ലോസ് ആൻഡ് ലോഡ്. സേവ് യുവർ ചേഞ്ചസ് ടു ദിസ് ക്വറി, ക്ലോസ് ദ ക്വറി എഡിറ്റർ വിൻഡോ ആൻഡ് ലോഡ് റിസൾട്ട് ടു ദ ഡിഫോൾട്ട് ഡെസ്റ്റിനേഷൻ. ഡിഫോൾട്ട് ആയിട്ടുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഈ പറയുന്ന ചേഞ്ചസ് ഒക്കെ അപ്ലൈ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുക? ലോഡ് ചെയ്തെടുക്കുക. ഇനി ഡിസ്കാർഡ് ആൻഡ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോ ചെയ്ത ചേഞ്ചസ് ഒന്നും സേവ് ചെയ്യാണ്ട് ക്ലോസ് ചെയ്തെടുക്കാൻ, ഈ പറയുന്ന വിൻഡോ ക്ലോസ് ചെയ്യാനായിട്ടാണ് ഇത്. പിന്നെ ഓപ്ഷൻസ് ആൻഡ് സെറ്റിംഗ്സ് ഉണ്ട്, ഹെൽപ്പ് ഒക്കെ ഉണ്ട്. അടുത്തതാണ് ഹോം എന്ന് പറയുന്നത്. സെയിം അത് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ക്ലോസ് ആൻഡ് ലോഡ് ടു എന്ന് പറയുന്നത് ഇവിടെയും വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഇതവിടെ നിൽക്കട്ടെ. പിന്നെ വരുന്നതാണ് മാനേജ് കോളംസ് എന്ന് പറയുന്നത്. മാനേജ് കോളംസിൽ 2 കാര്യങ്ങളാണ് വരുന്നത്. ചൂസ് കോളംസും റിമൂവ് കോളംസും. ചൂസ് കോളംസിൽ 2 എണ്ണമാണ്. ചൂസ് കോളംസും ഗോ ടു കോളംസും. ഈ ചൂസ് കോളംസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കിക്കേ. എന്താണ്? കീപ് ഓർ റിമൂവ് കോളം ഫ്രം ദിസ് ടേബിൾ. ഈ ടേബിളിൽ നിന്ന് എന്ത് ചെയ്യുക? ഈ പറയുന്ന കോളത്തിനെ കീപ്പ് ചെയ്യാൻ. എനിക്കിപ്പോ ആർട്ട് ഐ ഡി എന്ന് പറഞ്ഞൊരു കോളം വേണം. ക്യാമ്പയിൻ നെയിം എന്ന് പറയുന്ന കോളം വേണം. ക്ലിക്സ് വേണം. ഒന്നിൽ കൂടുതൽ കോളം സെലക്ട് ചെയ്യണമെങ്കിൽ കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വേണം സെലക്ട് ചെയ്യാൻ. ഞാൻ ജസ്റ്റ് ഈ വാലിഡ് എന്നുള്ളത് കളയുവാണ്. ഇത്രേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ കോളം ഞാൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു? കൺട്രോൾ കീ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നിൽ കൂടുതൽ കോളം സെലക്ട് ചെയ്തു. എനിക്ക് വേണ്ട കോളംസ് ആഡ് ഐ ഡി, ക്യാമ്പയിൻ നെയിം, ക്ലിക്സ്, ഈ 3 മതി എന്ന് വിചാരിക്കുക. ആ 3 സെലക്ട് ചെയ്തു. ചൂസ് കോളംസിൽ വന്നിട്ട് എന്ത് പറഞ്ഞു? ചൂസ് കോളംസ് എന്നുള്ളത് എടുത്തു. ഏതൊക്കെ കോളംസ് എനിക്ക് ചൂസ് ചെയ്യണം? ഒന്നെങ്കിൽ നമുക്ക് അതുപോലെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം. ഇത്രേ ഉള്ളൂ. ആഡ് ഐ ഡി, ക്യാമ്പയിൻ നെയിം, ക്ലിക്സ്, ഈ 3. ഇതിവിടെ ഞാൻ ഇവിടെ പറഞ്ഞു കൊടുത്തു. അവിടെ പറയണമെന്നില്ല, ഇവിടെ ആണെങ്കിലും പറഞ്ഞാൽ മതി. ഈ 3 ഒന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തു. നോക്കിക്കേ,
ഞാൻ സെലക്ട് ചെയ്ത, ഞാൻ ജസ്റ്റ് കാണിച്ചാണ് ബാക്കി പോവാനുള്ളത്. ആ 3 ഇവിടെ നിന്നു, ബാക്കി എന്തായി പോയി? റിമൂവ് ആയി പോയി. ഇപ്പുറത്തെ സൈഡ് അപ്ലൈഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ഈ അപ്ലൈഡ് സ്റ്റെപ്സിൽ നമുക്ക് എന്ത് കാണിക്കുന്നുണ്ട്? റിമൂവ്ഡ് അതർ കോളംസ്. ബാക്കിയുള്ള കോളത്തിനെ അവിടെ എന്ത് ചെയ്ത് കളഞ്ഞു? റിമൂവ് ചെയ്ത് കളഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുത്ത കോളംസ് കീപ്പ് ചെയ്തു, അതല്ലാത്തതൊക്കെ എന്ത് ചെയ്ത് കളഞ്ഞു? റിമൂവ് ചെയ്ത് കളഞ്ഞു. സപ്പോസ് ഈ ചെയ്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണ്ട എന്ന് വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യുക? ഈ റിമൂവ്ഡ് അതർ കോളം എന്നുള്ളതിന്റെ നേരെ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്, ഒരു റെഡ് കളറിൽ ഒരു ഇൻറ്റു മാർക്ക് ഉണ്ട്. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ബാക്ക് ടു നമ്മുടെ ഇതിലേക്ക്, ഒറിജിനൽ ഇതിലേക്ക് വരും. നമ്മൾ ചെയ്ത സ്റ്റെപ്പ് വേണ്ടെങ്കിൽ അങ്ങനെ കളയാം. ഇത്രേ ഉള്ളൂ. ചൂസ് കോളംസിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണ്ട കോളം സെലക്ട് ചെയ്ത് ഇത് മൊത്തം അൺടിക്ക് ചെയ്യുക. എന്നിട്ട് വേണ്ട കോളംസ്, എനിക്കിപ്പോ ഇംപ്രഷൻ, കോസ്റ്റ്, ലീഡ്സ് ആണ് വേണ്ടതെങ്കിൽ ആ 3 സെലക്ട് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുക. അപ്പൊ അതിവിടെ നിൽക്കും, ബാക്കിയെല്ലാം റിമൂവ് ആയി പോകും. ഈ അപ്ലൈ ചെയ്ത സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റിമൂവ് അതർ കോളംസ് എന്നുള്ള അൺടിക്ക് ചെയ്യുക. ദെൻ അടുത്തതാണ് ഗോ ടു കോളം എന്ന് പറയുന്നത്. ഗോ ടു കോളം ഇന്നതിലേക്ക് പോവുക. അതായത് ഇപ്പൊ സെലക്ഷൻ നിൽക്കുന്നത് ആഡ് ഐ ഡിയിലാണ്. ഇവിടെ നിന്നും വേറൊരു കോളത്തിലേക്ക് ഈ സെലക്ഷൻ പോകണം. അതിനാണ് ഗോ ടു കോളം എന്ന് പറയുന്നത് ഉള്ളത്. ഇപ്പൊ സപ്പോസ് നമുക്ക് ഒരുപാട് നമ്പർ ഓഫ് കോളംസ് ഉണ്ടെങ്കിൽ ഇത് സ്ക്രോൾ ചെയ്തിട്ട് അവിടെ പോയി സെലക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്, കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് പാടാണ്. സോ ഗോ ടു കോളം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ സെലക്ഷൻ നിൽക്കുന്നത് ആഡ് ഐ ഡിയിലാണ്. ഞാൻ പറയുന്നു ലൊക്കേഷൻ എന്ന് പറയുന്നിടത്തേക്ക് വേണം എനിക്ക് ഇനി സെലക്ഷൻ പോകാൻ. ആഡ് ഐ ഡിയിൽ നിൽക്കുന്ന സെലക്ഷൻ, ഈ സെലക്ഷൻ ഇനി പോയി നിൽക്കേണ്ടത് ലൊക്കേഷൻ എന്ന് പറയുന്ന കോളത്തിനാണ്. ആ കോളത്തിലാണ് പോയി സെലക്ഷൻ നിൽക്കേണ്ടത്. സോ ലൊക്കേഷൻ എന്ന് പറയുന്ന കോളത്തിനെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് എന്ത് കൊടുത്തു? ഓക്കെ കൊടുത്തു. അതവിടെ വന്നതാണ്. 1 മിനിറ്റ്. ഇത്രേ ഉള്ളൂ. ചൂസ് കോളംസിൽ ഗോ ടു കോളം എടുത്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ആഡ് ഐ ഡിയിൽ നിന്നും ലൊക്കേഷനിലേക്ക് പോവുക. ജസ്റ്റ് ഓക്കെ കൊടുത്തു. നോക്കിക്കേ, അത് നേരെ വന്ന് നിൽക്കുന്നത് ലൊക്കേഷൻ എന്ന് പറയുന്ന കോളത്തിനാണ് സെലക്ഷൻ വന്ന് നിൽക്കുന്നത്. അപ്പൊ ഒരുപാട് നമ്പർ ഓഫ് കോളംസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിൽ തപ്പിയെടുക്കുക എന്ന് പറയുന്നത് പാടാണ്. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെ ഗോ ടു കോളം കൊടുത്താൽ ഇപ്പൊ എവിടെയാണോ സെലക്ഷൻ നിന്നത് അവിടെ നിന്നും ആ ഒരു പർട്ടിക്കുലർ കോളത്തിലേക്ക് സെലക്ഷൻ പോയി നിൽക്കുന്നതാണ്. ഇതാണ് കോളത്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് റിമൂവ് കോളംസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തത് റിമൂവ് കോളം എന്ന് പറഞ്ഞാൽ കറന്റ്ലി സെലക്ടഡ് കോളം എന്ത് ചെയ്യുക? ടേബിളിൽ നിന്നും റിമൂവ് ചെയ്യുക. അടുത്തത് റിമൂവ് അതർ കോളം എന്ന് പറയുന്നതാണ്. ബാക്കിയുള്ള കോളംസ് എന്ത് ചെയ്യുക? റിമൂവ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. ഞാനിപ്പോ നമ്മുടെ ആദ്യത്തിലേക്ക് പോയി ആഡ് ഐ ഡി എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്തു. വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാം കേട്ടോ. ആഡ് ഐ ഡി എന്ന് പറയുന്ന കോളം സെലക്ട് ചെയ്തിട്ട് റിമൂവ് കോളംസ് എന്നുള്ളത് കൊടുക്കാൻ പോവാണ്. ഈ കോളത്തിനെ ഞാൻ റിമൂവ് ചെയ്യാൻ പോവാ. കറന്റ്ലി സെലക്ടഡ് കോളം ആണ് റിമൂവ് ചെയ്യാൻ പോകുന്നത്. സോ റിമൂവ് കോളംസ് എന്നുള്ളത് കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആഡ് ഐ ഡി എവിടെ ഇല്ല? ഈ ടേബിളിൽ ഇല്ല. അതിനെ ഞാൻ എന്ത് ചെയ്ത് കളഞ്ഞു? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതായത് കറന്റ്ലി സെലക്ടഡ് കോളത്തിനെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ആരുള്ളത്? റിമൂവ് കോളംസ് എന്ന് പറയുന്നത് ഉള്ളത്. ഞാൻ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് ആ ഒരു അപ്ലൈഡ് സ്റ്റെപ്പ് ഞാൻ തിരിച്ചെടുക്കുവാണ്. എടുത്തു. അപ്പൊ ആ കോളം അവിടെ വന്നു. ഇനി റിമൂവ് അതർ കോളം എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത കോളം അവിടെ നിൽക്കും, ബാക്കി എല്ലാം എന്ത് ചെയ്ത് കളയും? റിമൂവ് ചെയ്ത് കളയും. സോ റിമൂവ് അതർ കോളംസ് എന്നുള്ളത് കൊടുത്തു. ഞാൻ ആകെ സെലക്ട് ചെയ്ത ആഡ് ഐ ഡി മാത്രമാണ്, അത് അവിടെ നിന്നു. ബാക്കിയെല്ലാം എന്ത് ചെയ്ത് കളഞ്ഞു? ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എഗെയിൻ ഈ സ്റ്റെപ്പ് വേണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് അൺടിക്ക് ചെയ്യുക. മീൻസ് ആ ഒരു സ്റ്റെപ്പ് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് റിമൂവ് കോളംസ് എന്ന് പറയുന്നത്. അടുത്തതാണ് റെഡ്യൂസ് റോസ്. മീൻസ് റോസിനെ റെഡ്യൂസ് ചെയ്യുക. അതിൽ ആദ്യത്തത് കീപ് റോസ്. കീപ് റോസിൽ വന്നിട്ട് ഇപ്പോ ഓക്കെ ഓക്കെ ഐ ഡി നമുക്ക് മനസ്സിലാവും. ആഡ് ഐ ഡി കറക്റ്റ് ആയിട്ടാണ് പോകുന്നത്. 0 1 2 3 4 5 കറക്റ്റ് ആയിട്ട് ഒരു ഐ ഡി കീപ്പ് ചെയ്യുന്നുണ്ട്. അത് കറക്റ്റ് ആ ഒരു നമ്മൾ ഇപ്പം ഒരു വാല്യൂസ്, അതായത് കൗണ്ട് ആയിട്ടൊക്കെ ഇടുവാണെങ്കിൽ തന്നെ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇൻഡെക്സ് നമ്പർ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. കീപ് ടോപ്പ് റോ. കീപ് ടോപ്പ് റോ എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള ഇത്ര നമ്പർ ഓഫ് റോസിനെ കീപ്പ് ചെയ്യുക. അപ്പൊ കീപ് ടോപ്പ് റോസിൽ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുന്നു 10 റോസിനെ കീപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് പറഞ്ഞു? 10 റോസ് എന്നുള്ളത് കൊടുത്തു. സ്പെസിഫൈ ഹൗ മെനി റോസ് ടു കീപ്. എത്ര റോസ് ആണ് കീപ്പ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ പറയുന്നു 10. ദെൻ ഓക്കെ കൊടുത്തു.
നോക്കിക്കേ, ആഡ് ഐ ഡി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള 10 എണ്ണമാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് അല്ലെ. 0 to ഇത് ആഡ് ഐ ഡി സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാന്നേ ഉള്ളൂ. എന്തുവാട്ടെ കറക്റ്റ് 10 റോയാണത് കീപ്പ് ചെയ്ത്. അപ്പം കീപ് ടോപ്പ് റോസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള ഇത്ര നമ്പർ ഓഫ് റോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അത്രയും നമ്പർ ഓഫ് റോസിനെ കീപ്പ് ചെയ്യും. ഈ സ്റ്റെപ്പ് ഞാൻ റിമൂവ് ചെയ്യുന്നു. എഗെയിൻ ഞാൻ ഇവിടെ വന്നു, കീപ് ബോട്ടം റോസ് എന്നുള്ളത് എടുത്തു. സെയിം ഞാൻ 10 ആണ് കൊടുക്കുന്നത്. 10 നമ്പർ ഓഫ് റോസിനെ എൻഡിൽ നിന്നും കീപ്പ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുത്തു. ഇത് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. എൻഡിൽ നിന്നും 10 നമ്പർ ഓഫ് റോസിനെയാണ് കീപ്പ് ചെയ്തത്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് നോക്കിയാൽ മതി. അത് മനസ്സിലാവും. അടുത്തത് കീപ് റേഞ്ച് ഓഫ് റോസ്, ഇത്ര എണ്ണം എന്നുള്ള രീതിയിൽ. അപ്പൊ എന്നോട് ചോദിക്കുന്നത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, കീപ്പ് ചെയ്യുന്ന എവിടെ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു രണ്ടാമത്തെ റോയിൽ സ്റ്റാർട്ട് ചെയ്യുക, 10 നമ്പർ ഓഫ് റോസിനെ കീപ്പ് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ റോ എന്ന് പറയുമ്പോൾ ആരാ, ID 1 വരും അല്ലെ. 1 തൊട്ട് 10 നമ്പർ ഓഫ് റോസിനെ കീപ്പ് ചെയ്യാനാണ് പറയുന്നത്. കണ്ടോ, 1 to 10 വരെയാണ് കീപ്പ് ചെയ്തത്. ഒരു റേഞ്ച് ഓഫ് റോസ്, എവിടെ തുടങ്ങണം, എത്ര നമ്പർ ഓഫ് റോസിനെ കീപ്പ് ചെയ്യണം എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതാണ് കീപ് റേഞ്ച് ഓഫ് റോസ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ വരുന്ന കീപ് ഡ്യൂപ്ലിക്കേറ്റ്സ്. എന്റെ ഇതിനകത്ത് ഡ്യൂപ്ലിക്കേറ്റ് വരുന്നില്ല. ക്ലിക്സിലൊക്കെ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ്സ് വരും. അതുകൊണ്ട് ഞാൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആകുമോന്ന് അറിയില്ല. കണ്ടോ, ഒരുപാട് എണ്ണം വരുന്നുണ്ട്. ഞാനത് ജസ്റ്റ് ടോപ്പ് റോസ് എടുത്തിട്ട് കാണിക്കാം. കീപ് ടോപ്പ് റോസ് എടുക്കുന്നു, 10 എണ്ണം കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു. ഇപ്പൊ ആദ്യത്തെ 10 എണ്ണം ഉള്ളൂ. ഇനി ഞാൻ ക്ലിക്സ് എന്ന് പറയുന്ന കോളത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് മാത്രമായിട്ട് നിർത്തി കാണിക്കാം. ഇതേ അവിടെ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ 10 എണ്ണത്തിനകത്ത് വാല്യൂസ് യുണീക്ക് ആയിട്ടാണ് നിന്നത്. താഴേക്ക് വരുമ്പോഴായിരുന്നു എന്ത് വരുന്നത്, ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നത്. ഇനി ആ ഇതിനകത്ത് ഓക്കെ, ആ ഡേറ്റിൽ വരുന്നുണ്ട് 16/11/2024 എന്ന് പറയുന്ന ഡേറ്റ്. എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അവിടെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു, ഈ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് കൊടുത്തു. നോക്കിക്കേ, 16/11/2024 എന്ന് പറയുന്ന ഡ്യൂപ്ലിക്കേറ്റ് അതിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 24/11/2024 എന്ന് പറയുന്നത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡ്യൂപ്ലിക്കേറ്റ്സിനെ മാത്രമാണ് ഇവിടെ നിർത്തിയിരിക്കുന്നത്. അവിടെ ഞാൻ സെലക്ട് ചെയ്യുന്ന കോളത്തിലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ മാത്രമാണ് നിർത്തിയത്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്ത കോളത്തിലെയാണ് ഞാൻ ആദ്യമേ ഈ ഒരു ടേബിളിലെ സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള 10 റോസിനെ എടുത്ത് നിർത്തി. അതിനകത്താണ് ഞാൻ ഈ കാണിക്കുന്നത്. മൊത്തം റോസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള 10 റോസിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഞാൻ എന്ത് കാണിച്ചത്, ഈ ഡ്യൂപ്ലിക്കേറ്റ്സ് എന്നുള്ളത് കാണിച്ചത്. ഡ്യൂപ്ലിക്കേറ്റ്സിനെ മാത്രം എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക. അപ്പൊ 16/11/2024 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. 24/11/2024 റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഈ 11/6 22/11 റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അവരെയൊക്കെ അവോയ്ഡ് ചെയ്യും. റിപ്പീറ്റ് ചെയ്യുന്ന മീൻസ് ഡ്യൂപ്ലിക്കേറ്റ്സ് ഉള്ളതിനെ മാത്രമാണ് അവിടെ നിർത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് കീപ് എറേഴ്സ്. അതായത് എറേഴ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് കീപ് എറേഴ്സ്. കീപ് ഒൺലി റോസ് കണ്ടെയ്നിങ് എറേഴ്സ് ഇൻ ദ കറന്റ്ലി സെലക്ടഡ് കോളം. ഇപ്പൊ നമ്മൾ ഓൾറെഡി വ്യൂ ടാബിൽ പോയി കോളം ക്വാളിറ്റി ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾ കണ്ടതാണ്, ഒരു കോളത്തിൽ പോലും എറർ വരുന്നില്ല എന്നുള്ളത് ഞാൻ ആദ്യമേ ഡിസ്പ്ലേ ചെയ്തതാണ്. സോ കീപ് എറേഴ്സ് എന്ന് കൊടുക്കുമ്പോൾ ടേബിൾ ഈസ് എംപ്റ്റി എന്ന് കാണിക്കും. ബിക്കോസ് ഈ ടേബിളിൽ എറേഴ്സ് ഇല്ല, അതുകൊണ്ടാണ് ടേബിൾ ഈസ് എംപ്റ്റി എന്ന് കാണിക്കുന്നത്. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് കീപ് റോസും എന്ന് പറയുന്നത്. ഇനി അടുത്തത് റിമൂവ് റോസ് എന്നുള്ളതാണ്. ഓക്കെ, റിമൂവ് റോസിൽ റിമൂവ് ടോപ്പ് റോസ്, സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള ഇത്ര നമ്പർ ഓഫ് റോസിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. റിമൂവ് ടോപ്പ് റോസിൽ വന്നിട്ട് ഞാൻ എന്ത് പറഞ്ഞു, 2 എണ്ണം റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം. നിങ്ങളുടെ ഡേറ്റിനെ ക്ലീൻ ചെയ്യേണ്ട സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കാണിക്കാൻ വേണ്ടി ഇടുന്നുള്ളതേ ഉള്ളൂ. സ്പെസിഫൈ ഹൗ മെനി റോസ് ടു റിമൂവ് ഫ്രം ദ ടോപ്പ്. സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എത്ര റോസിനെ റിമൂവ് ചെയ്യണം. ഞാൻ പറയുന്നു 2 എണ്ണത്തിന്. ഓക്കെ കൊടുത്തു. ID നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും. A1000യും A1001ഉം പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആദ്യത്തെ 2 എണ്ണം കഴിഞ്ഞ് പിന്നെയാണ് ID വന്നിരിക്കുന്നത്. സ്റ്റെപ്പ് റിമൂവ് ചെയ്യുന്നു, അപ്ലൈഡ് സ്റ്റെപ്സിൽ വന്ന് റിമൂവ് ചെയ്തു. അഗെയിൻ കീപ് റിമൂവ് ബോട്ടം റോസ്, എൻഡിൽ നിന്നുള്ള ഞാൻ പറയുന്നു 3 എണ്ണം.
മൂന്നെണ്ണം റിമൂവ് ചെയ്യാൻ പറയുമ്പം 7, 8, 9 പോകുന്നത് 7, 8, 9 നോക്കിയാൽ മനസ്സിലാകും 7, 8, 9 പോയി. ബാക്കിയുള്ളത് എൻഡിൽ നിന്നും 3 ഞാൻ പറഞ്ഞത്. ഇതൊക്കെ ഞാൻ 10 എടുത്തിട്ട് കാണിക്കുന്നത്. ഇത് വലിയൊരു ഡേറ്റയാണ്. അവിടെ പോയി ഞാൻ കാണിക്കാൻ നേരത്ത് സ്ക്രോൾ ചെയ്ത് പോകേണ്ടതായിട്ട് വരും. പ്രോപ്പർ ആയിട്ട് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് കീപ് ടോപ്പ് റോസിൽ നിർത്തിയിട്ട് കാണിക്കുന്നത്. എഗെയിൻ അടുത്തതാണ് ആൾട്ടർനേറ്റ് റോസ് റിമൂവ് ചെയ്യുക. അപ്പം ഫസ്റ്റ് റോ ടു റിമൂവ്. എവിടെയാണ് റിമൂവ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഒന്നാമത്തെ റോയിൽ സ്റ്റാർട്ട് ചെയ്യുക. എത്ര റോയെ റിമൂവ് ചെയ്യണം? ഞാൻ പറയുന്നു 3 റിമൂവ് ചെയ്യണം. 3 റിമൂവ് ചെയ്യാം. എത്ര എണ്ണത്തിനെ കീപ്പ് ചെയ്യണം? 2 കീപ്പ് ചെയ്യണം. ആൾട്ടർനേറ്റ് ആയിട്ട് ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഫസ്റ്റ് റോയിൽ സ്റ്റാർട്ട് ചെയ്യും. ആദ്യത്തെ 3 റിമൂവ് ചെയ്യും. അപ്പം 0, 1, 2 ഈ 3 പോയി. അടുത്ത 2 കീപ്പ് ചെയ്യും. 3, 4 കീപ്പ് ചെയ്യും. അടുത്ത 3 റിമൂവ് ചെയ്യും. 5, 6, 7 റിമൂവ് ചെയ്യും. അടുത്ത 2 കീപ്പ് ചെയ്യും. 8, 9 കീപ്പ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് റോ ടു റിമൂവ്. എവിടെയാണ് ആദ്യം റിമൂവ് ചെയ്യാൻ തുടങ്ങേണ്ടത്? ആദ്യത്തെ റോയിൽ തുടങ്ങിക്കോ. എത്ര റോസിനെ റിമൂവ് ചെയ്യണം? 3 റിമൂവ് ചെയ്യുക, 2 കീപ്പ് ചെയ്യുക. ഇതിങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കും. സോ നോക്കിക്കേ 3, 4, 8, 9 ഞാൻ പറഞ്ഞ അത്രയും റോസേ കീപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി അവിടെ നിന്ന് എന്തായി പോയി? റിമൂവ് ആയി പോയി. അതാണ് റിമൂവ് ആൾട്ടർനേറ്റ് റോസ് എന്ന് പറയുന്നത്. ഇനി വരുന്നത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്. അത് ഞാൻ ഈ ഡേറ്റിനെ വെച്ച് പറയാം. അതാകുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. ഇതിനകത്ത് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്താൽ ആരൊക്കെ പോകും? 16/11/2024 അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് പോകും. 24/11/2024 അതിന്റെയും ഡ്യൂപ്ലിക്കേറ്റ്സ് പോകും. സോ ഞാൻ ഇവിടെ വന്നിട്ട് റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് കൊടുത്തു. കണ്ടോ? ഇപ്പൊ 16/11/2024 എന്ന് പറഞ്ഞ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 24/11/2024 എന്ന് പറഞ്ഞ വാല്യൂ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതിനകത്ത് ഒരെണ്ണം പോലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഡ്യൂപ്ലിക്കേറ്റ്സിനെ എന്ത് ചെയ്ത് കളഞ്ഞു? റിമൂവ് ചെയ്ത് കളഞ്ഞു. കറന്റ്ലി സെലക്ടഡ് കോളത്തിലെ ഡ്യൂപ്ലിക്കേറ്റ്സിനെ റിമൂവ് ചെയ്ത് കളഞ്ഞു. അടുത്തതാണ് റിമൂവ് ബ്ലാങ്ക് റോസ്. എംപ്റ്റി ആയിട്ടുള്ള മീൻസ് ഇവിടെ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞു എംപ്റ്റി ഉണ്ട് എന്ന്. പക്ഷെ എംപ്റ്റി എന്ന് പറയുന്നത് പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഒരു റോയില് വാല്യൂ ഇല്ലാതല്ല കിടക്കുന്നത്. ഇതുപോലെ നള്ളെന്നാണ് കിടക്കുന്നത്. അത് ഒന്നും ഇല്ലായിരുന്നു എങ്കിൽ ഓക്കെ അതിനെ ഡിലീറ്റ് ചെയ്തേനെ. പക്ഷെ ഇവിടെ നള്ളെന്ന് പറയുന്ന ഒരു വാല്യൂ ആണ് കയറി വന്ന് കിടക്കുന്നത്. സോ റിമൂവ് എംപ്റ്റി കൊടുത്താലും നമുക്കത് തോന്നില്ല. ഇപ്പൊ റിമൂവ് കോസ്റ്റിൽ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് റിമൂവ് ബ്ലാങ്ക് റോസ് കൊടുത്തു. കണ്ടോ? അത് പോവില്ല. കാരണം നള്ളെന്ന് പറയുന്ന ഒരു വാല്യൂ ആയിട്ട് അവിടെ കിടക്കുവാണ്. ആക്ച്വലി അത് എംപ്റ്റി ആണ്. പക്ഷെ ഇതിലേക്ക് എടുത്തപ്പോൾ അത് നള്ളെന്ന് പറഞ്ഞ് കിടക്കുന്നതാണ്. അതിനെ നമുക്ക് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളുണ്ട്. സപ്പോസ് ഇവിടെ ഒന്നും ഇല്ലാതെ കിടക്കുവാന്നായിരിക്കാം. നള്ളെന്നോ ഒരു വാല്യൂ ഇല്ലാതെ കിടക്കുവാണെങ്കിൽ മാത്രം നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഫൈനലി വരുന്നതാണ് റിമൂവ് എറേഴ്സ്. എറേഴ്സ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യുക. നിങ്ങൾക്കറിയാലോ ഈ പറയുന്ന ഒരു കോളത്തിൽ പോലും എറേഴ്സ് ഇല്ല. കാരണം വ്യൂ ടാബിൽ വന്നിട്ട് ഞാൻ കോളം ക്വാളിറ്റി ചെക്ക് ചെയ്ത് കാണിച്ചിരുന്നു. ഒരെണ്ണത്തിൽ പോലും എറർ വരുന്നില്ല എന്ന് കാണിച്ചിരുന്നു. സോ റിമൂവ് എറേഴ്സ് കൊടുത്താലും ഒന്നും ചേഞ്ച് ആവാൻ പോകുന്നില്ല. ഇനി സോർട്ട് ആണ് വരുന്നത്. സോർട്ടിൽ A to Z മീൻസ് അസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. Z to A മീൻസ് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്യുക. ഇതിൽ ആഡ് ഐഡിയിൽ ക്ലിക്ക് ചെയ്തു. ഓൾറെഡി അത് അസെൻഡിങ് ഓർഡറിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഞാൻ Z to A കൊടുത്തു ഡിസെൻഡിങ് ഓർഡറിൽ. ആഡ് ID നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും 9 to 0 ആണ്. എഗെയിൻ A to Zൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തത് സ്പ്ലിറ്റ്. സ്പ്ലിറ്റില് ക്യാമ്പയിൻ നെയിം എന്ന് പറയുന്ന ആ ഒരു കോളത്തിലെ ഡേറ്റ ഒരു കോളത്തില്, അനലിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കോളത്തില്, കോഴ്സ് എന്ന് പറയുന്ന വേറൊരു കോളത്തില്. ഇൻ കേസ് സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റിൽ വരിക ബൈ ഡീലിമിറ്റർ എന്നുള്ളത് എടുക്കുക. ഡീലിമിറ്റർ എന്ന് പറഞ്ഞാൽ അവർക്കിടയിൽ ഓരോ വേർഡ്സിനും ഇടയിൽ വരുന്ന എന്താണ്? ഇപ്പം ഡേറ്റ അനലിറ്റിക് കോഴ്സ്. ഡേറ്റ അനലിറ്റിക് കോഴ്സിൽ ഡേറ്റയ്ക്കും അനലിറ്റിക്സിനും ഇടയിൽ സ്പേസ്, അനലിറ്റിക്സിനും കോഴ്സിനും ഇടയിൽ സ്പേസ്. അപ്പൊ വേർഡ്സിനിടയിൽ അവിടെ നിൽക്കുന്നത് എന്താ? സ്പേസ്. എക്സൽ ഓട്ടോമാറ്റിക്കലി എന്ത് ഐഡന്റിഫൈ ചെയ്തു? ഇവർക്കിടയിലുള്ള ഡീലിമിറ്റർ. അതായത് ഈ പറയുന്നത് എന്താണ്? മേ ബി അത് കോമയാകാം, കോളൻ ആകാം, ഈക്വൽ സൈൻ ആകാം, ടാബ് സ്പേസ് ആകാം, എനിത്തിങ്. ഇപ്പൊ ഇവിടെ എക്സൽ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി അത് സ്പേസ് ആണ്. ലെഫ്റ്റ് മോസ്റ്റ് ഡീലിമിറ്റർ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിൽ നിന്ന് ആദ്യം വരുന്ന സ്പേസ് അവിടെ വെച്ച് മാത്രം സ്പ്ലിറ്റ് ചെയ്യണോ? അതോ റൈറ്റിൽ നിന്നും എൻഡിൽ നിന്നും ആദ്യം വരുന്നത്, അതായത് കോഴ്സിന് ഇപ്പറേ വെച്ച് സ്പ്ലിറ്റ് ചെയ്യണോ? ഈച്ച് ഒക്കറൻസ് ഓഫ് ഡീലിമിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എവിടേക്കാണോ ഈ സ്പേസ് വരുന്നത് അവിടെ എല്ലാം വെച്ചിട്ട് സ്പ്ലിറ്റ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. സോ ഞാൻ ഈച്ച് ഒക്കറൻസ് ഓഫ് ഡീലിമിറ്റർ എന്നുള്ളത് കൊടുത്തു. ജസ്റ്റ് ഓക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾ നോക്കിയേ, ക്യാമ്പയിൻ നെയിം 1 ആ കോളത്തിനെ 3 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു.
ക്യാമ്പയിൻ നെയിം 1 ഡേറ്റ, ക്യാമ്പയിൻ നെയിം 2 അനലിറ്റിക്സ്, ക്യാമ്പയിൻ 3 കോഴ്സ് എന്നുള്ളതും കയറി. കാരണം എന്താ, ഡേറ്റ അനലിറ്റിക്സ് കോഴ്സ് എന്നുള്ളത് ഒറ്റ കോളത്തിൽ കിടന്നാണ്, പക്ഷെ അവർക്കിടയിൽ എന്തുണ്ടായിരുന്നു, സ്പേസ് ഉണ്ടായിരുന്നു. ഈച്ച് ഒക്കുറൻസ് ഓഫ് ഡീലിമിറ്റർ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാനത് ബാക്ക് ടു എടുക്കുവാണ് ചെയ്യുന്നത്. ഇനി ഇതെല്ലാം അത് തന്നെയാണ്, സ്പേസ് വെച്ചിട്ടാണ്. ഇവിടെ അല്ലാത്ത വരുന്നത് ഇത്രേ ഉള്ളൂ. ഡീലിമിറ്റർ എടുക്കുവാണെങ്കിൽ ഇവിടെ ഞാൻ കാണിക്കാം ഏതൊക്കെയാ ഉള്ളതെന്ന്. കോളൻ, മേ ബി നമുക്ക് വാല്യൂസിന്റെ ഇടയിൽ കോളൻ വരാം, കോമ വരാം, ഈക്വൽ സൈൻ വരാം, സെമി കോളൻ വരാം, സ്പേസ് വരാം, ടാബ് വരാം. ഇനി ഹൈഫൻ ഒക്കെ ആണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കണേ. ഇവിടെ വന്നിട്ട് എഴുതി കൊടുത്താൽ മതി എന്താണെന്നുള്ളത്. ഇവിടെ എഴുതി മീൻസ് ജസ്റ്റ് ഹൈഫൻ ആണെങ്കിൽ ഹൈഫൻ ഇട്ട് കൊടുക്കുക. അങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാനും പറ്റും. അതാണ് എന്ത്, ഡീലിമിറ്റർ എന്ന് പറയുന്നത്. അതായത് സ്പ്ലിറ്റ് ചെയ്യാൻ നേരത്ത് നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ്, ഇത്ര നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബൈ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സ് എന്നുള്ളത് എടുത്തു. ഞാൻ പറയുന്നു 3 ക്യാരക്ടർ റിപ്പീറ്റഡ് ആയിട്ട്, റിപ്പീറ്റ് വേണ്ട, വൺസ് ആസ് ഫാർ ലെഫ്റ്റ് ആസ് പോസിബിൾ എന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ നിന്നുള്ള 3 ക്യാരക്ടേഴ്സ് വരുമ്പോൾ സ്പ്ലിറ്റ് ചെയ്യുക. അപ്പൊ നോക്കിക്കേ, DAT 3 ക്യാരക്ടർ കഴിഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു വൺസ്, ഒറ്റ തവണയെ സ്പ്ലിറ്റ് ചെയ്യുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ നിന്നും ആദ്യത്തെ 3 ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. ബാക്കിയെല്ലാം അടുത്ത കോളത്തില്, ആ 3 എണ്ണം മാത്രം വേറൊരു കോളത്തില്. ഇത് തന്നെയാണ് എഗെയിൻ നടക്കാൻ പോകുന്നത് മൊത്തം. പൊസിഷൻ അടുത്തതാണ് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുന്നത് ഏത് പൊസിഷനിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. 5ാമത്തെ പൊസിഷനിൽ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ബൈ ലോവർ കേസ് ടു അപ്പർ കേസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് സപ്പോസ് ഒരു എന്തെങ്കിലും കാര്യം, ഒരു ഡേറ്റ് എഴുതി വെച്ചിരിക്കുകയാണ്. ആദ്യമത്തത് മൊത്തം ലോവർ കേസിൽ, കുറച്ച് കഴിയുമ്പോൾ ഒരു അപ്പർ കേസിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ലോവർ കേസിൽ നിന്ന് എപ്പോഴാണോ അപ്പർ കേസിലേക്ക് എത്തുന്നത് അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. എഗെയിൻ അപ്പർ കേസിൽ നിന്ന് എപ്പോഴെങ്കിലും ലോവർ കേസിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. ഡിജിറ്റിൽ നിന്നും എപ്പോഴെങ്കിലും നോൺ ഡിജിറ്റിൽ എത്തുന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് സ്പ്ലിറ്റ് ചെയ്യുക. നോൺ ഡിജിറ്റ് ടു ഡിജിറ്റ് ഞാൻ അത് വേണമെങ്കിൽ കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ജസ്റ്റ് ഈ ആഡ് ID എന്ന് പറയുന്നത് നോക്കിയേ. എ എന്ന് പറയുന്നത് എന്താ, നോൺ ഡിജിറ്റ് ആണ്. പക്ഷെ ഈ 1000 എന്നൊക്കെ പറയുന്നത് എന്താ, ഡിജിറ്റ് ആണ് അല്ലേ. ഞാൻ ഇവിടെ വന്നിട്ട് ബൈ നോൺ ഡിജിറ്റ് ടു ഡിജിറ്റ് എന്നുള്ളത് കൊടുത്തു. കണ്ടോ, നോൺ ഡിജിറ്റ് എന്നുള്ള എനെ ഒരു കോളത്തിലും ഡിജിറ്റ്സ് എല്ലാം വേറൊരു കോളത്തിലുമായിട്ട് എന്ത് ചെയ്തു തന്നു, സ്പ്ലിറ്റ് ചെയ്ത് തന്നു. അതാണ് നോൺ ഡിജിറ്റ് ടു ഡിജിറ്റ്. ഇതുപോലെ തന്നെയാണ് ബാക്കിയും ചെയ്തു നോക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്ന ഒന്നാണ് ഗ്രൂപ്പ് ബൈ എന്ന് പറയുന്നത്. അത് ഞാൻ വേറൊരു ഡേറ്റയിൽ കാണിച്ചു തരാം. കാരണം ഈ ഒരു ഡേറ്റ എന്ന് പറയുന്നത് എല്ലാം വേറൊരു രീതിയിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ വേറൊരു ഡേറ്റ കാണിച്ചു തരാം. ആഡ് ID, അടുത്തത് ഡേറ്റ ടൈപ്പ് ആണ്. ആഡ് ID എന്ന് പറയുന്ന കോളത്തിന്റെ ടൈപ്പ് എന്താണ്, ടെക്സ്റ്റ് ആണ്. കാരണം അത് എ എന്ന് പറയുന്ന ലെറ്ററും നമ്പറും കൂടെ മിക്സപ്പ് ആയിട്ട് വന്നുകൊണ്ടാണ് ടെക്സ്റ്റ് എന്ന് എടുത്തത്. നമുക്ക് നോക്കാം നമ്മുടെ ഡേറ്റ് എന്ന് പറയുന്ന കോളം പ്രോപ്പർ ഡേറ്റ് ഫോർമാറ്റിലാണോ നോക്കാം. ആഡ് ഡേറ്റിൽ ക്ലിക്ക് ചെയ്തു, മുകളിൽ പോയി നോക്കിക്കേ, ഡേറ്റ ടൈപ്പ് എന്തിലാ കിടക്കുന്നത്, ഡേറ്റിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിലേ നമുക്ക് ഇയറും മന്തും ഡേ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലൊക്കേഷൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ്. സെയിൽസ് എമൗണ്ട് എന്ന് പറയുന്ന ഹോൾ നമ്പർ. പിന്നെ ഇത് കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്ന ഡെസിമൽ നമ്പർ. പ്രോപ്പർ നോക്കിയാൽ മതി, എല്ലാം കറക്റ്റ് ഫോർമാറ്റിലാണോ എന്ന് നോക്കുക. അതാണ് ഈ പറയുന്ന എന്ത്, ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. എഗെയിൻ അടുത്തത് റീപ്ലേസ് വാല്യൂ. അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഈ കോസ്റ്റ് എന്ന് പറയുന്ന കോളത്തിൽ നൾ എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ആക്ച്വലി അത് empty ആയിട്ടുള്ള സെല്ലാണ് അവിടെ വന്നത്. അപ്പൊ ഈ പവർ ക്വറി എഡിറ്ററിലേക്ക് എടുത്തപ്പോൾ അത് മാറിപ്പോയതാണ്, നൾ എന്നായി പോയതാണ്. ഈ നൾ എന്ന് പറയുന്ന വാല്യൂ മാറ്റിയിട്ട് എന്തെങ്കിലും ഒരു വാല്യൂ അവിടെ കൊടുക്കണമെന്ന് വിചാരിക്കുക. ജസ്റ്റ് ഞാൻ ആ കോളം സെലക്ട് ചെയ്തു, റീപ്ലേസ് വാല്യൂസിൽ വന്നു. ആരെയാണ് വാല്യൂ ടു ഫൈൻഡ്, ഞാൻ പറയുന്നു നൾ. ഇവിടെ വന്നിട്ട് വാല്യൂ ടു ഫൈൻഡിൽ വന്നിട്ട് നൾ എന്ന് കൊടുക്കുന്നു. കാരണം നൾ എന്ന് പറയുന്ന വാല്യൂനെയാണ് കണ്ടുപിടിക്കേണ്ടത്. റീപ്ലേസ് വിത്ത്, എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യണം, ഞാൻ പറയുന്നത് 100 വെച്ച് റീപ്ലേസ് ചെയ്യണം. റീപ്ലേസ് വൺ വാല്യൂ വിത്ത് അനദർ ഇൻ ദ സെലക്ടഡ് കോളം. നമ്മൾ സെലക്ട് ചെയ്ത കോളത്തിലെ ഒരു വാല്യൂവിനെ മറ്റൊരു വാല്യൂ വെച്ച് എന്ത് ചെയ്യുക, റീപ്ലേസ് ചെയ്യുക. അപ്പൊ വാല്യൂ ടു ഫൈൻഡിൽ ഞാൻ ആരെ പറഞ്ഞു, നൾ എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്ത് വെച്ചിട്ടാണ് റീപ്ലേസ് ചെയ്യേണ്ടത്, 100 എന്ന് പറയുന്ന വാല്യൂ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം. ഞാൻ ഇവിടെ ഓക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ പറയുന്ന നള്ളിന് പകരം ഇവിടെ എന്ത് കയറി, 100 എന്ന് പറയുന്ന വാല്യൂ കയറി. ഒന്നുകൂടെ അത് ഞാൻ കാണിക്കാം.
അത് ഈ പറയുന്ന ഏത് വാല്യൂനെ വേണേലും മാറ്റാം കേട്ടോ. റീപ്ലേസ് വാല്യൂസിൽ വന്നു. വാല്യൂ ടു ഫൈൻഡിൽ ഞാൻ നള്ളെന്ന് കൊടുത്തു. നോക്കിക്കേ, ഇപ്പോഴും അവിടെ നള്ളാണ്. ഞാൻ ആ ഒരു സ്ലൈഡ് സ്റ്റെപ്പ് റിമൂവ് ചെയ്തു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ പറയുന്നു 34.9 എന്ന് കൊടുക്കണം എന്ന് കൊടുത്തു. ഓക്കെ കൊടുത്തു. കണ്ടോ, 34.9 എന്ന് കയറി. ഇത്രയേ ഉള്ളൂ റീപ്ലേസ് വാല്യൂ. ഇത് വേണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെയ്യണമെങ്കിൽ വേറെ എവിടെയെങ്കിലും ചെയ്യാം. ഇവിടെ വന്നു. ഇപ്പം ഹൈദരാബാദ് എന്ന് പറയുന്ന വാല്യൂനെയാണ് ഇപ്പൊ ഇവിടെ ഹൈദരാബാദ് എന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നു എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടത് നമ്മുടെ ഹൈദരാബാദ് എന്ന് പറയുന്ന വാല്യൂനെയാണ്. അതിനെ എന്ത് വെച്ച് ചേഞ്ച് ചെയ്യണം? ഇത് അല്ലേ, വേണ്ട, ഇത് വെച്ച് ചേഞ്ച് ചെയ്യണം. ഓക്കെ കൊടുത്തു. കണ്ടോ, അതെല്ലാം. പക്ഷെ ഇത് മാറിയിട്ടില്ല, കാരണം ഇവിടെ കുറച്ചൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് മാറാഞ്ഞത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. കറക്റ്റ് ആ വാല്യൂ അതേപടി ഉണ്ടെങ്കിൽ അത് ചേഞ്ച് ആകുള്ളൂ. ഇത്രയാണ് ഈ ഒരു ഇതിൽ വരുന്നത്. ഇനി ഇതിന്റെ നമുക്ക് ഗ്രൂപ്പ് ബൈ, അതുപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ ട്രാൻസ്ഫോമിലും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അത് നമുക്ക് വരുന്ന വഴി ചെയ്യാം. ഇനി ഇവിടെ വന്നിട്ട് ക്ലോസ് ആൻഡ് ലോഡ് ഞാൻ കൊടുക്കുന്നു. ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ലോഡ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. സോ ക്ലോസ് ചെയ്തിട്ട് ലോഡ് ചെയ്തു. ഈ ഷീറ്റ് ഞാൻ ഇവിടെ എക്സ്ട്രാ ഒരു ഷീറ്റ് കൊടുത്തിട്ടില്ലായിരുന്നു, കാരണം ഇവിടെ ഒരു ഷീറ്റ് ഇടണം. അതിലേക്ക് ഇങ്ങോട്ട് വരാനായിട്ട് ആ ഒരു ഷീറ്റ് ഇടാത്തോണ്ടാണ് നമുക്കത് വരാഞ്ഞത്. അല്ലെ ആ ഡേറ്റ് അവിടെ ലോഡായി വന്നേനെ. ഇതിപ്പോ ക്ലോസ് ആൻഡ് ലോഡ് ടു ഇല്ല. പിന്നെ അതൊന്നുകൂടെ വേണേ ലോഡ് ചെയ്ത് കാണിക്കാം. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഞാൻ ലോഡ് കൊടുത്തു. സ്റ്റക്കായി. 1 മിനിറ്റ്. ഓക്കെ, ഇവിടെ വന്നു. ഡേറ്റ സെലക്ട് ചെയ്യുന്നു. ഷീറ്റ് 1 സെലക്ട് ചെയ്തു. ജസ്റ്റ് ഞാൻ ട്രാൻസ്ഫോം ഡേറ്റയിലേക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തു. ക്ലീൻ ചെയ്യാൻ വേണ്ടി ട്രാൻസ്ഫോം ഡേറ്റയിലേക്ക് കണക്ട് ചെയ്തു. ഷീറ്റ് ഇവിടെ വന്നു. ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്തു. ഇവിടെ വന്ന് ക്ലോസ് ആൻഡ് ലോഡ് ടു കൊടുത്തു. ഇങ്ങോട്ടേക്ക് ലോഡ് ചെയ്യുക. എവിടേക്ക് ലോഡ് ചെയ്യണം എന്ന് ചോദിക്കും. ക്ലോസ് ആൻഡ് ലോഡ് ടു കൊടുത്താൽ മതി. ഞാൻ പറയുന്നു ഇപ്പൊ ഈ ടേബിളിനെ ജസ്റ്റ് പുതിയ ഷീറ്റിലേക്ക് ലോഡ് ചെയ്തെടുക്കുക. ഓക്കെ കൊടുത്തു. ആ ടേബിൾ ഇവിടെ വന്നു. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ കണ്ടോ, ആഡ് ക്യാമ്പയിൻ നെയിം ക്ലിക്സ് ഇംപ്രഷൻ എന്ന് പറഞ്ഞ കറക്റ്റ് ടേബിൾ ഫോർമാറ്റിൽ ഡേറ്റ ഇവിടെ ലോഡ് ചെയ്ത് വന്നു. ഇത്രയേ ഉള്ളൂ. കണക്ട് ചെയ്യുമ്പം ട്രാൻസ്ഫോം ഡേറ്റയിലേക്ക് പോവുക. എന്നിട്ട് ക്ലോസ് ആൻഡ് ലോഡ് ടു കൊടുത്താൽ മതി. പ്രോപ്പർ ആയിട്ട് നമുക്ക് എവിടെ ലോഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് ലോഡ് ചെയ്ത് തരും. ഇല്ലെങ്കിൽ ഈ സൈഡിൽ വന്ന് കിടക്കുകയുള്ളൂ. സോ ക്ലോസ് ആൻഡ് ലോഡ് ടു കൊടുത്താൽ പ്രോപ്പർ ആയിട്ട് നമുക്ക് ലോഡ് ചെയ്ത് കിട്ടും. ഓക്കെ, ഇതിന്റെ റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. അത് നോക്കിയിട്ട് നിങ്ങൾ ചെയ്തു വെക്കണം. കാരണം ഇത് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യാൻ നിന്നാൽ കുറച്ച് ലെന്തി ആയി പോകും. അതുകൊണ്ടാണ് ഞാനത് ചെയ്ത് വിട്ടത്. അപ്പം ഇതിന്റെ പവർ കോർ എഡിറ്ററിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളെ നോക്കിയിട്ടുള്ളൂ. ബാക്കി കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. സെയിം പവർ ബിയിലും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരിടത്ത് കാണിക്കാന്ന് പറഞ്ഞത്. അപ്പം ഈ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ലോഡ് ചെയ്തിട്ട് ഈ പറയുന്ന കുറച്ച് ക്ലീനിങ് പ്രോസസ്സ് ഒന്ന് ചെയ്തു നോക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മൺഡേ നിങ്ങൾക്ക് ക്ലാസ് കാണില്ല, ഞാൻ ലീവാണ്. അതുകൊണ്ട് മൺഡേ ക്ലാസ് കാണില്ല. അത് കഴിഞ്ഞ് വരുന്ന സാറ്റർഡേ കാണും. ആ വീക്കിൽ സാറ്റർഡേ കാണും. അത് സാർ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്യും നിങ്ങളെ. അപ്പം അതുകൊണ്ട് ഇനി നമുക്ക് ചൊവ്വാഴ്ച ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യുക. റെക്കോർഡ് സെക്ഷൻ നോക്കിയിട്ട് ഒന്ന് ചെയ്തു വെച്ചേക്കണേ. ഓക്കെ, ഓക്കെ അല്ലേ? നിങ്ങൾക്ക് ലീവ് ചെയ്തോ.